السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമദാനിൽ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടി അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കുവാനും അവന്റെ ഖുർആനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുവാനും നമ്മളെ ഒരുമിച്ച് കൂടിയതിനെ അല്ലാഹു നമ്മിൽ നിന്ന് പൂർണ്ണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. വിശുദ്ധ റമദാൻ ഓരോ ദിവസങ്ങളായി നമ്മിൽ നിന്ന് വേർപിരിയുകയാണ്. നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാനായിരിക്കാം ഇത് എന്ന ഒരു ചിന്തയിൽ കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുന്ന വ്യക്തികളോട് പറഞ്ഞല്ലോ, സ്വല്ലി സ്വലാത്ത മുവദ്ദിഇൻ, നീ ഒരു വിടവാങ്ങി പോകുന്നവന്റെ നമസ്കാരമാണ് നമസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ ദുഹർ നിസ്കരിച്ചു, ഇനി അസ്ർ നിസ്കരിക്കാൻ നമ്മൾ ഉണ്ടാവുമോ നമുക്ക് ആർക്കും ഉറപ്പില്ല. അതുപോലെ ഈ റമദാനിൽ നമ്മൾ ആരോഗ്യത്തോടുകൂടി ആഫിയത്തോടുകൂടി ഉണ്ട്. അടുത്ത റമദാനിൽ നമ്മൾ എത്ര ആളുകൾ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ല. ഉണ്ടെങ്കിൽ തന്നെയും ആരോഗ്യവും ആഫിയത്തും ഉണ്ടാവും നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് കിട്ടിയ അവസരങ്ങളിൽ പരമാവധി നന്മകൾ വർദ്ധിപ്പിച്ച് അല്ലാഹുവിനെ കൂടുതൽ എടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്, ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെടാനുള്ള കാരണം തന്നെ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ അവതരിച്ചു എന്നുള്ളതാണ്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫല്യസും. അപ്പോൾ റമദാൻ അതിന്റെ പ്രത്യേകത ലഭിക്കുന്നതിന്റെ തന്നെ കാരണം വിശുദ്ധ ഖുർആനാണ്. ഇത് ഖുർആന്റെ ഒരു പ്രത്യേകതയാണ്. വിശുദ്ധ ഖുർആനുമായി കൊണ്ട് ബന്ധമുള്ള എല്ലാ കാര്യങ്ങളും അത് ബർക്കത്തുള്ളതാക്കി മാറ്റും. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആൻ നമ്മളെ പോലെ നമ്മൾ എഴുതി ഉണ്ടാക്കിയത് പോലെ ഒരു ഗ്രന്ഥമല്ല. അത് അല്ലാഹുവിന്റെ സംസാരമാണ്, കലാമാണ്. അല്ലാഹുവുമായി കൊണ്ട് ഏതൊരു സംഗതി ബന്ധപ്പെടുന്നുണ്ടോ അതിനെല്ലാം മഹത്വം ഉണ്ടാകും. അതുകൊണ്ട് വിശുദ്ധ ഖുർആന് മഹത്വമുണ്ട്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും
പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അഅ്ളമു ആയത്തിൻ ഫി കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മുഅ്ളമായ മഹത്വമുള്ള ആയത്ത് ഏതാണ്? അത് ആയത്തുൽ കുർസിയാണ്. എന്തുകൊണ്ടാണ് ആയത്തുൽ കുർസിയിന് മറ്റു ആയത്തുകൾക്ക് ഇല്ലാത്ത പ്രത്യേകത ഉണ്ടായത്? ആയത്തുൽ കുർസിയുടെ വിഷയം അല്ലാഹുവാണ്. എന്തുകൊണ്ടാണ് സൂറത്തുൽ ഇഖ്ലാസ് വിശുദ്ധ ഖുർആന്റെ 1/3 പറയപ്പെട്ടത്? ആ സൂറത്തുൽ ഇഖ്ലാസിന്റെ വിഷയം അല്ലാഹുവാണ്. വേറെ ഒരു വിഷയം സൂറത്തുൽ ഇഖ്ലാസിലില്ല. ഇതേപോലെ അല്ലാഹുവുമായി കൊണ്ട് ബന്ധപ്പെടുന്ന ഏത് കാര്യങ്ങൾക്കും മഹത്വം ഉണ്ടാകും. ഇതേപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആനുമായി കൊണ്ട് ബന്ധമുണ്ടാകുന്ന അല്ലെങ്കിൽ ബന്ധമുള്ള ഏത് കാര്യങ്ങൾക്കും മഹത്വം ഉണ്ടാകും. അതുകൊണ്ടാണ് റമദാനിന് മഹത്വം ഉണ്ടായത്. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ നൽകിയത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. റസൂലുള്ളാഹിക്ക് മാത്രമല്ല, എല്ലാ പ്രവാചകന്മാർക്കും അങ്ങനെ തന്നെ. അള്ളാഹുവിന്റെ കലാം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. ആ ജിബ്രീലിനാണ് മറ്റു മലക്കളേക്കാൾ ശ്രേഷ്ഠത. വേറെയും കോടാനുകോടി മലക്കുകളുണ്ട്, വേറെയും ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ കലാം ആളുകൾക്ക് പ്രവാചകന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്ന മലക്കിനാണ് മറ്റു മലക്കിനേക്കാൾ ശ്രേഷ്ഠത. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് മഹത്വം ഉണ്ടായത്. ആ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ്. നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക, പ്രവാചകരെ നിങ്ങളുടെ ഹൃദയത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ. ഖുർആൻ കൊണ്ട് പ്രവാചകനും ശ്രേഷ്ഠനാവുകയാണ്, അഷ്റഫുൽ ഖൽഖാണ്. ആ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം റമദാനാണ്. അതിന് മഹത്വമുണ്ട്, അതുകൊണ്ടാണ് നോമ്പ് നോൽക്കേണ്ടി വന്നത്. ആ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാവേതാണ്? ലൈലത്തുൽ ഖദ്ർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. എന്തുകൊണ്ടാണ് ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം കിട്ടിയത്? ആ ലൈലത്തുൽ ഖദ്റിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഇറക്കിയത് എന്നുള്ളതുകൊണ്ടാണ്. മക്കയും മദീനയിലുമായിട്ടാണ് വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ അവതരിച്ചത്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളൊക്കെ എടുത്തു നോക്കിയ മക്കി മദനി, ആ 2 രാജ്യങ്ങൾക്കും മഹത്വമുണ്ട് ഇസ്ലാമിൽ. അത് ഖുർആനിന്റെ അല്ലാഹുമായി കൊണ്ട് ബന്ധമുണ്ടാകുന്ന, അവന്റെ ഖുർആനുമായി കൊണ്ട് ബന്ധമുണ്ടാകുന്നതിന്റെ ഒരു ഭാഗം കൂടിയാണ്. കാരണം വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് മക്കയിലും മദീനയിലുമാണ്. അധിക സ്ഥലങ്ങളിലും അധിക ആയത്തുകളും, അതിന് പുറത്തുള്ള വളരെ ചുരുക്കമാണ്. ആ പ്രദേശത്തിന് മഹത്വമുണ്ടായി, ആ രാവിന് മഹത്വമുണ്ടായി, ആ പ്രവാചകന് മഹത്വമുണ്ടായി. ഇനി മാത്രമല്ല, വിശ്വാസം പറഞ്ഞാൽ നിങ്ങളിൽ മനുഷ്യന്മാരിൽ ഏറ്റവും ഹൈറുള്ള ആളാരാണ്? പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഏറ്റവും ഹൈറുള്ളവർ നമ്മളെല്ലാവരും കേട്ട ഹദീസാണ്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഹൈറുള്ളവർ. ആ ഹൈർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുനിയവിയായ ഹൈറല്ല. വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും ഒക്കെ ഖൈർ എന്ന് പറഞ്ഞാൽ ദീനിയായ ഖൈറുകളാണ് അധികം ഉദ്ദേശിക്കപ്പെടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നാസി ഖർനി, എന്റെ ഉമ്മത്തിൽ ഏറ്റവും ഖൈറുള്ളവർ എന്റെ സഹാബത്താണ്. അതേത് ഖൈറാണ്? ദുനിയാവിന്റെ ഖൈറല്ലല്ലോ, ആ സഹാബത്തിന്. സുബ്ഹാനല്ലാഹ്, നമ്മളെ പോലെ AC ഉള്ള കാർപ്പറ്റ് വിരിച്ച നല്ല ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത പള്ളിയിലൊന്നും റസൂലുള്ളാഹിന്റെ സഹാബത്ത് ഇരുന്നിട്ടില്ല. ഒരു ചെറിയ ഈന്തപ്പനുള്ള, അതെന്നെ മുഴുവൻ മറക്കാത്ത മണൽത്തിട്ടയിലാണ് അവർ. പക്ഷെ നമ്മളെക്കാൾ ദീനിന്റെ വിഷയത്തിൽ അവർക്ക് ഖൈറുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ ഖൈർ അവർ ഉദ്ദേശിക്കുന്നവർക്കേ കൊടുക്കും. ദുനിയാവ് ഏതൊരാൾക്കും. നിങ്ങൾ ആലോചിച്ചു, ഇബ്ലീസ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പുണ്ടല്ലോ. ആദം നബിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഇബ്ലീസ് ഉണ്ട്. ആദം നബി മരിച്ചു. ആ ആദം നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട അവസാനത്തെ പ്രവാചകനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു ഇബ്ലീസിന് അല്ലാഹു ആയുസ് നീട്ടി കൊടുത്തിട്ടുണ്ട്. മരിച്ചിട്ടില്ല. കാരണം ദുനിയാവാണ്, ആയുസ് നടക്കുക ദുനിയാവിന്റെ കാര്യത്തിൽ പരീക്ഷണമാണ്.
ഇപ്പൊ ദുനിയാവുള്ള ഏത് ഇബ്ലീസിനും കൊടുക്കും, ഏത് ഇബ്ലീസിനും. പക്ഷെ ദീനൊന്നും എല്ലാവർക്കും കൊടുക്കില്ല. ദീൻ അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അന്ന് കൊടുക്കും. അത് പ്രത്യേകം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ദുനിയാവ് കിട്ടിയാലും ദീന് കിട്ടിയില്ലെങ്കിലും ദുനിയാവ് കിട്ടിയാലാണ് നമ്മൾ വലിയ ഹൈർ എന്ന് പറയാം. പക്ഷെ ദീനും അതുപോലത്തെ റസൂലുള്ളാഹിന്റെ ഹദീസിനും വിശുദ്ധ ഖുർആനിലൊക്കെ ഹൈർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ദീനിയ ഹൈറാണ്. അതുകൊണ്ട് ഹൈറുക്കും, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ദീനിന്റെ ഹൈർ കിട്ടിയത് ഖുർആൻ പഠിക്കുന്നവരും അത് പഠിപ്പിക്കുന്നവരുമാർക്കാണ്. ആ ഹൈർ നിങ്ങൾ ആലോചിച്ചോ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് കൊടുക്കുന്ന ഒരു ആദരവിന്റെ ഭാഗമാണ്. അപ്പൊ ദുഹറിന്റെ സമയമായി, ഒരു 10 ആൾ കൂടി യാത്ര പോകാൻ നോക്കിക്കോ. 10 ആളുകൾ കൂടി യാത്ര പോകാം. ദുഹർ ബാങ്ക് കൊടുത്തു, ഒരു പള്ളിയിൽ കയറി ജമാഅത്തെ നിസ്കരിക്കണം. ആരാണ് ഇമാമുക്ക? ആ കൂട്ടത്തിലെ അഖറഉം ലികിതാബില്ലാഹ്, അള്ളാഹുവിന്റെ കിതാബ്, അള്ളാഹുവിന്റെ ഖുർആൻ ആരാണ് കൂടുതൽ പഠിച്ച ആള് അയാളെ നോക്കട്ടെ. ഒരു പക്ഷെ അയാൾ ആ കൂട്ടത്തിൽ ഏറ്റവും ഫഖീറായിരിക്കാം, ഏറ്റവും സ്ഥാനമില്ലാത്ത ആളായിരിക്കാം, ഒക്കെ ആയിരിക്കാം. പക്ഷെ ആ ദുനിയാവിൽ ഒരു വിശ്വാസികൾ അള്ളാഹുവിന്റെ മുമ്പിൽ സഫായി നിൽക്കുമ്പോൾ അവിടെ പ്രാധാന്യമുള്ളത്, അവിടെ മഹത്വമുള്ളത് അഖറഉം ലികിതാബില്ലാഹ്, അള്ളാഹുവിന്റെ ഖുർആന് കൂടുതൽ പഠിച്ച ആളുകൾക്കാണ് അള്ളാഹുവിന്റെ ദീനിൽ മഹത്വമുള്ളത്. അതുകൊണ്ട് അവനായി നോക്കട്ടെ. നിങ്ങൾ ആലോചിച്ചു. വിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സൂറത്തുൽ ഫുർഖാൻ എന്ന് പറഞ്ഞിട്ടില്ലേ? ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. മുത്തഖീങ്ങൾക്ക് ഇമാമാണ്. അത് ഖുർആൻ കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവർക്ക്. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ ആ മഹത്വമുണ്ട്. ഇനി ഒരാൾ മരിച്ചു നോക്കിയോ, ഒരാൾ മരിച്ചു, 2 ആൾ ഒന്നിച്ചു മരണപ്പെട്ടു. വല്ല പ്രയാസത്തിന്റെയോ അല്ലെങ്കിൽ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ 2 മനുഷ്യന്മാര് ഒരേ കബറിൽ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ ഒന്ന് നോക്കിക്കോളും. ഒരു കബറിൽ 2 ആളെ ഒന്നിച്ചു മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യം ഇറക്കുന്ന മയ്യത്ത്, ഈ 2 മയ്യത്തുകൾ ആരാണോ കൂടുതൽ ഖുർആൻ പഠിച്ചത് ഓനാദ്യം ഇറക്കി. ഓനിറക്കിയിട്ട് ഖിബിലയുടെ നേരെ അവരെയാണ് ആദ്യം വെക്കേണ്ടത്, രണ്ടാമത്തവന് അപ്പുറത്ത് വെക്കണം. നിങ്ങൾ ആലോചിച്ചു, അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന, അത് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ദുനിയാവിൽ അള്ള ആദരവ് കൊടുത്തിട്ടുണ്ട്. ജനങ്ങൾക്ക് ഇമാമായി നിൽക്കാൻ അവസരമുണ്ട്. മരിച്ചാൽ ഖബറിൽ ഇറക്കുന്നതിൽ വരെ അവർക്ക് മുൻഗണന ഉണ്ട്. വേറെ ഒരു ചുക്കും പഠിച്ചിട്ട് കാര്യമില്ല. മാത്തമാറ്റിക്സ് അത് പഠിക്കേണ്ടതല്ല. പക്ഷെ അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്നതിന്റെ മഹത്വം അതിനൊന്നുമില്ല. അപ്പൊ ദുനിയാവിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അള്ളാഹിന്റെ ഖുർആൻ നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ബാക്കിലാണ്, മുമ്പെത്തിയിട്ടില്ല. മുമ്പെത്തണമെങ്കിൽ അത് ദുനിയാവിനി അള്ളാഹുവിന്റെ മുമ്പിൽ മഹ്ശറിൽ വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, എവിടെയാണ് അഹ്ലുൽ ഖുർആൻ? അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ തണലിട്ട് കൊടുക്കും. സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇംറാനും പഠിച്ച ആളുകൾക്ക് അത് പ്രത്യേക തണലായി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ ഉണ്ടാകും. റസൂലുള്ളാഹി സൂറത്തു ആലി ഇംറാനും ബഖറയും. അതുപോലെ തന്നെ അദാബുൽ ഖബർ എന്ന സൂറത്ത് മുൽക്ക് രക്ഷയാണ്. ഇതൊക്കെ ഹദീസിലുള്ള ഏത് സന്ദർഭത്തിലാണെങ്കിൽ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ സ്വന്തം മക്കളെ പഠിപ്പിക്കുകയും അത് മനഃപ്പാഠമാക്കുകയും ചെയ്ത രക്ഷിതാക്കൾക്ക് പരലോകത്ത് അല്ലാഹു താജുൽ ഖറാമ, ആദരവിന്റെ കിരീടം നൽകുമെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിലുണ്ട്. ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും മഹത്വമുണ്ട്. അതാ ഖുർആന്റെ മഹത്വം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം 1000-ലധികം മുഅ്ജിസത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. 1000-ലധികം മുഅ്ജിസത്തുകൾ. ആ മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ. നമുക്കറിയാം, റസൂലുള്ളാഹിക്ക് വെള്ളം ഇതിലൂടെ വന്നിട്ടുണ്ട്, റസൂലുള്ളാഹിക്ക് കല്ലുകൾ സലാം പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹിക്ക് ഒട്ടകങ്ങൾ സലാം പറഞ്ഞിട്ടുണ്ട്, ഒട്ടകങ്ങൾ എന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹിന്റെ മിമ്പർ റസൂലുള്ളാഹിക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്.
എത്രയോ സംഭവങ്ങൾ മോശത്ത് ചന്ദ്രൻ പിറന്നിട്ടുണ്ട്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ ഒരു വിജനമായ പ്രദേശമാണ്. ദൂരെ നിൽക്കുന്ന 2 മരങ്ങൾ അടുത്തേക്ക് വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറയിട്ട് കൊടുക്കുന്ന ഹദീസുണ്ട്. അതൊക്കെ പ്രവാചകന്റെ മോശത്ത്. പക്ഷെ അതിനേക്കാളൊക്കെ വലിയ മോശത്താണ് വിശുദ്ധ ഖുർആൻ. അതൊക്കെ ചെറിയ മോശത്ത്. ചന്ദ്രൻ പുലർത്തി കാണിച്ചു കൊടുത്തു. തറബത്ത് സാഅത്തു വശഖത്ത്. അപ്പൊ അതിനേക്കാളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ മോശത്താണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിനോട് നമ്മൾ സ്വീകരിക്കേണ്ട ചില നിലപാടുകളുണ്ട്. നമ്മളിപ്പോ അഹ്ലുൽ ഖുർആനാണ്, ഖുർആന്റെ ആളുകളാണെന്ന് പറഞ്ഞു നടക്കും. പക്ഷെ ഒരു ക്യൂച്ചലസിൽ പോലും നമ്മൾ പങ്കെടുക്കൂല. ഈ ഇരിക്കുന്ന എല്ലാവരും ഖുർആന്റെ മാത്രം കേൾക്കാനാണ് നമ്മളോട് നിൽക്കുന്നത്. ഞങ്ങൾ വസീയത്തായിട്ട് പറയാണ് ഇവിടെ ക്യൂച്ചലസ് കേൾക്കുന്നത്. നോമ്പറക്കാനൊക്കെ എല്ലാ ആൾക്കാരുണ്ട്. അതിനാണ് തിരക്കുകയാണ്. പക്ഷെ ആ ആൾക്കാരൊന്നും ക്യൂച്ചലസിന് കാണൂല. നോമ്പർക്കൽ ഹൈറന്നെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനേക്കാൾ ഹൈറാണ് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളിലേക്ക് ഹിദായത്തിന് വേണ്ടി ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കാൻ വേണ്ടി അല്ലാഹ് ഇറക്കിയ ആ വേദഗ്രന്ഥത്തിന്റെ ഒരായത്തെങ്കിലും ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും 1 മണിക്കൂറെങ്കിലും ഇരുന്ന് പഠിക്കാൻ നമുക്ക് സൗകര്യമില്ല. എല്ലാത്തിനും നമുക്ക് നേരമുണ്ട്. എല്ലാത്തിനും നമുക്ക് നേരമുണ്ട്. അത് പറ്റൂല. ആ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുർആനോട് നമ്മൾ സ്വീകരിക്കേണ്ട ചില നിലപാടുകളുണ്ട്. ഞാൻ പറഞ്ഞ റസൂലുള്ളാഹിക്ക് ഏറ്റവും വലിയ മുഅ്ജിസത്താണ് ഖുർആൻ. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ ഒരു പടപ്പിന് കൊണ്ടുവരാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു ഖുൽ ഇൻ ഇസ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅതൂന ബിമിസ്ലിഹി വലൗ കാന ബഅദുഹും ലിബഅദിൻ ദഹീറാ. ഈ ഖുർആനെതിരായിക്കൊണ്ട് പകരം കൊണ്ടുവരാൻ നിങ്ങളും ജിന്നുകളും മനുഷ്യന്മാരും എല്ലാ പടപ്പുകളും ഒരുമിച്ച് കൂടിയാലും ലാ യഅതൂന ബിമിസ്ലിഹി ആ ഖുർആൻ പോലത്തെ ഒന്നും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. വിശുദ്ധ ഖുർആനെ പിടിച്ചെന്ന സത്യം ചെയ്തിട്ടുണ്ട്. ഖുർആനുൽ മജീദ്, ഖുർആൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞത്. അള്ളാഹ് അങ്ങനെ സത്യം ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ സത്യം ചെയ്തു. ഇത് കൊണ്ടുവരാൻ കഴിയില്ല നമ്മൾ വെറുമ്പടായി പറഞ്ഞത്. നമ്മൾ സാധാരണ ആളുകൾ വെല്ലുവിളിക്കുന്ന പോലെ നമ്മൾ അള്ളാഹു വെല്ലുവിളിച്ചതല്ല. 3 ഘട്ടങ്ങളായിക്കൊണ്ടായിരുന്നു വിശുദ്ധ ഖുർആന്റെ വെല്ലുവിളി. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഈ പറഞ്ഞ സൂറത്തുൽ ഇസ്രാ 88 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിക്കൊണ്ടു അതൊക്കെ മുഹമ്മദ് വെറുതെന്തോ സിഹർ ബാധിച്ചുകൊണ്ടും അതുപോലെ തന്നെ എന്തെങ്കിലും മരണം ബാധിച്ചുകൊണ്ടൊക്കെ മാജിക് കാണിക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു പറഞ്ഞു ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറയുന്നത് ഷിഅറാണ്, കവിതയാണ്, അല്ലെങ്കിൽ മാറാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഖുർആൻ പോലത്തെ ഒന്ന് നിങ്ങൾ കൊണ്ടുവരണം. സൂറത്ത് തൂറിൽ പറഞ്ഞു എങ്കിൽ ഖുർആൻ പോലത്തെ ഒരു ഖുർആൻ നിങ്ങൾ കൊണ്ടുവരും. 114 അധ്യായങ്ങൾ സൂറത്തുകൾ കൊണ്ടുവരും. അപ്പൊ പിന്നെ അവർക്ക് സാധിക്കണില്ല. എങ്കിൽ വെല്ലുവിളി നമ്മൾ കുറച്ച് കാലം കുറച്ചു കൊടുത്തു. 114 കൊണ്ടുണ്ട് ഒരു 10 സൂറത്ത് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിൽ കാണാം. അം യഖൂലൂന ഇഫ്തറാഹു ഖുൽ ഫഅതൂ ബിഅശ്രി സുവരിൻ മിത്ലിഹി മുഫ്തറയാത്തിൻ വദ്ഉ മൻ ഇസ്തതഅതും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ പറയണ്ടല്ലോ ഇതൊക്കെ കെട്ടിച്ചമച്ചാണ് റസൂലുള്ളാഹി കെട്ടിണ്ടാക്കിയെന്ന് പറയുന്നത്. ശരി, ഫഅതൂ ബിഅശ്രി സുവരിൻ മിത്ലിഹി 114 ഒന്നും വേണ്ട, ഒരു 10 കൊണ്ട് കുറച്ച് ലഘൂകരിച്ചു. അതിനും കഴിയാത്തപ്പോഴാണ് പിന്നെ യൂനുസിൽ സൂറത്ത് ബഖറ പറഞ്ഞു അം യഖൂലൂന ഇഫ്തറാഹു ഖുൽ ഫഅതൂ ബിസൂറത്തിൻ മിത്ലിഹി. അത് മുഴുവൻ ഖുർആൻ കൊണ്ടുവരാൻ പറഞ്ഞു. അതിന് കഴിയില്ലാന്ന് പറഞ്ഞപ്പോ പിന്നെ കുറച്ച് ലഘൂകരിച്ചു കൊടുത്ത് 10 ആക്കി. ഇനി 10 വേണ്ട, ഫഅതൂ ബിസൂറത്തിൻ മിത്ലിഹി സൂറത്ത് ബഖറ പറഞ്ഞു വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതൂ ബിസൂറത്തിൻ. ഖുർആനില് 3 ആയത്തുകളുള്ള സൂറത്തുകളാണ് ഏറ്റവും ചെറിയ സൂറത്ത്. എത്ര സൂറത്തുണ്ട്? 3 ആയത്തുകൾ എത്ര സൂറത്തുണ്ട് ഖുർആനിൽ? എനിക്കറിയില്ല.
3 ആയത്തുള്ള സൂറത്താണ് ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത്. എത്ര സൂറത്തുണ്ട്? 3 സൂറത്തുണ്ട്. മുസാഫ് എടുത്തു നോക്കുക. 3 ആയത്തുള്ള 3 സൂറത്ത് സൂറത്തു നസ്റുണ്ട്, അസ്റുണ്ട്, കൗസർ. അപ്പോ ഈ 3 സൂറത്ത് പോലെ 3 ആയത്തുകൾ ഖുർആൻ ഒരിക്കലും ഒരായത്ത് നിങ്ങൾ കൊണ്ടുവരുമെന്ന് വെല്ലുവിളിച്ചിട്ടില്ല കേട്ടോ. മനസ്സിലാക്കും. നമ്മൾ ചിലപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ വെല്ലുവിളിക്കുന്ന ആവേശത്തിലേക്ക് വെല്ലുവിളി. ഖുർആൻ ഫഅ്തു ബിആയത്തിൻ മിൻ മിസ്ലിഹാ എന്നൊരു വെല്ലുവിളി ഖുർആനിലില്ല. ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതാ. കാരണം ഒരായത്ത് കൊണ്ട് ചിലപ്പോൾ ഒരു ആശയം പൂർണ്ണമാവില്ല. ഖുർആനിലെ ആയത്താണ് അലിഫ് ലാം മീം. പിന്നെ ഒരായത്ത് വെല്ലുവിളിച്ച എന്തെങ്കിലും അവസ്ഥ അത് മറ്റു പറയണം ഖാഫ് ലാം മീം കേട്ടോ കൊണ്ടുവരെ പൂർണ്ണം കൊടുത്തില്ലേ. അപ്പൊ 3 ആയത്ത് കൂടുമ്പോൾ ഒരു ആശയം പൂർണ്ണമാകും. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ നിസ്കാരത്തിലൊക്കെ ഏറ്റവും ചുരുങ്ങിയത് 3 ആയത്തെങ്കിലും ഓതണം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരായത്ത് ഓതിയാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ 3 ആയത്ത് കൂടുമ്പോഴാണ് ഖുർആനിലെ ഒരു ആശയം പൂർണ്ണമാകുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും ചുരുങ്ങിയ സൂറത്തുകളിൽ 3 ആയത്ത്. കൂട്ടാൻ കഴിഞ്ഞു. പല ആളുകളും അൽഫീനോ മാതറാക്കീനോ കൊണ്ടു നോക്കി. എന്താണ് ആന? ആന എന്താ നിനക്കറിയോ? അതിൽ നീളമുള്ള തുണി, പിന്നെ എന്താ പറയാ തുമ്പിക്കൈയുണ്ട് എന്നൊക്കെ. ജാഹിലിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മളെ പോലത്തെ പിന്നെ അറബി തന്നെ അറിയാത്ത കാലഘട്ടമല്ല. അറബി സാഹിത്യത്തിലെ മുടിചൂടാ മന്നന്മാർ ജീവിച്ച കാലഘട്ടത്തിലാണ് വിശ്വാസം ഖുർആനുമായിട്ട് വന്നത്. ഇങ്ങനെ വായും പൊളിച്ചിരുന്നു. കാരണം അവർക്ക് ഈ ഖുർആൻ അത്രയും അവരെ വശീകരിച്ചു. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ മറ്റുള്ളവരൊക്കെ അബൂജഹൽ അടക്കമുള്ള ആളുകൾ മറ്റുള്ളവരെ ഖുർആൻ കേൾക്കാനായിക്കില്ല, പക്ഷെ ഒരു വലിയ രഹസ്യമായിട്ട് കേൾക്കും. അത്രയും സ്വാധീനം ഖുർആൻ. അത് അതിന്റെ ഭാഷ അറിയുന്നവർക്ക് തന്നെ സ്വാധീനം ഉണ്ടാവും. നമുക്ക് എന്താ സ്വാധീനം ഇല്ലാത്ത? നമുക്ക് അറബി അറിയില്ല, അറബി പഠിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. പണ്ട് പോലെ 700 അറബി വാചകം കെലിമത്തൊരാൾ പഠിച്ചാൽ അയാൾക്ക് ഖുർആന്റെ 3/4% അറിയില്ല. അത് ഏറ്റവും സിമ്പിളാണ് വിശുദ്ധ ഖുർആൻ ആളുകൾക്ക് പഠിക്കാനും ചിന്തിക്കാനും വേണ്ടി വളരെ ലളിതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കിയിട്ടുണ്ട്. അറബി സാഹിത്യത്തിലെ പല നോവലുകളും വായിച്ചാലൊന്നും പിന്നെ അറബി കോളേജിലും സാധാരണ പഠിക്കുന്ന കുട്ടിയൊന്നും അറിയില്ല. പക്ഷെ ഖുർആൻ ഒരു 2 അറബി കോളേജ് 2 വേണ്ട, ഒരു പ്രാഥമികമായ ഒരു 700 കെലിമത്തുകൾ ഒരു കുട്ടി പഠിച്ചാൽ, അറബി ഭാഷ പഠിച്ചാൽ അവന് ഖുർആന്റെ 3/4% അറിയും. 700 കെലിമത്ത് ഒരിക്കലുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു കുട്ടി 4ാം ക്ലാസ്സിൽ ആദ്യമായി കൊണ്ട് സ്കൂളിലേക്ക് ചേരുമ്പോൾ ഒരു 4000 കെലിമത്ത് പഠിച്ചിട്ടുണ്ടാവുന്ന അത്ര 4000 വാക്കുകൾ അവൻ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്. നമ്മളാരും പഠിച്ചിട്ടുണ്ട്. 4ാം ക്ലാസ് 4 വയസ്സാകുമ്പോ കുട്ടിക്ക് 4000 കെലിമത്ത് പഠിക്കെങ്കിൽ 60 വയസ്സായിട്ട് നമുക്ക് ഒരു 700 അറബി അക്ഷരങ്ങൾ പഠിക്കാൻ കഴിയില്ല. അവിടെ നമ്മൾ ഖുർആന്റെ ആൾക്കാരാണ്. ആലോചിക്കും, ഒരു 700 കെലിമത്ത് അതിൽപ്പെട്ട അബുൻ, ഇബ്നുൻ, അഖുൻ, ഉഖ്തുൻ ഇതൊക്കെ ഖുർആനിലുള്ളതാണ്. സമിഅ എന്ന പദം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ തസ്മഉ എന്ന് കാണാം, യസ്മഉ എന്ന് കാണാം, സമിഉ എന്ന് കാണാം. അതൊക്കെ പഠിച്ചു. മറ്റു പഠിച്ചത് അതൊക്കെ മനസ്സിലായി. വളരെ എളുപ്പമാണ് ഖുർആൻ. പക്ഷെ പഠിക്കേണ്ട പോലെ വിശുദ്ധ ഖുർആൻ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിച്ചു. അപ്പൊ ഈ ഖുർആനോട് നമ്മൾ സ്വീകരിക്കേണ്ട ചില നിലപാടുകൾ. അതിൽ ഒന്നാമത്തെ എന്ന് വെച്ചാൽ ഖുർആനെ സംബന്ധിച്ചുള്ള നമ്മുടെ വിശ്വാസം ശരിയാണ്. വിശ്വാസം ശരിയാകുന്ന ഖുർആന്റെ വിശ്വാസത്തിൽ തന്നെ എത്തിപ്പോയ കുറെ ആൾക്കാരുണ്ട്. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണോ അല്ലേ എന്നുള്ള ചർച്ച മഹാന ഇമാം അഹ്മദ് ഇബ്നു ഹംബലിന്റെ കാലഘട്ടത്തിൽ വളരെ ശക്തമായിരുന്നു. 3 ഖലീഫമാരുടെ കാലഘട്ടത്തിൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇമാം അഹ്മദിന്റെ ചരിത്രത്തിൽ വായിച്ചോ, കരഞ്ഞു പോകുന്നതിന്റെ ചരിത്രം വായിച്ചു. ഇമാം അഹ്മദ് വളരെ ദുർബലനായ, ശരീരം വളരെ ഹൈഫായ എന്ന് പറഞ്ഞാൽ പിന്നെ സ്കെൽറ്റായ വ്യക്തിയായിരുന്നു ഇമാം അഹ്ലുസ് സുന്ന. അദ്ദേഹം പറഞ്ഞോ ഈ ഇതന്നെ ഉറക്കം വരുന്ന സാധനമാണ്. പിന്നെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ 3 പിന്നെ അമവി ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ജയിലിലായിരുന്നു. എന്തിനാ ജയിലിൽ പോയത്? ഇന്ന് നമ്മളെ കൗമിൽ കൊണ്ട ആൾക്കാർ ജയിലിൽ പോകണ്ടല്ലോ. MDM കൊടുത്തിട്ട് മറ്റേ
ഓനെ കൊന്നിട്ട് തച്ചു വന്നിട്ട് ഹാമെടുത്തിട്ട് കോയിനെ ഇറക്കണമല്ലോ ഉമ്മാനൊക്കെ കൊല്ലില്ല. അതിനൊന്നല്ല ഇമാം അഹ്മദ് ജയിലിൽ പോയെന്തിനറിയാം? അള്ളാഹുവിന്റെ ഖുർആൻ അള്ളാഹിന്റെ സൃഷ്ടിയാണെന്ന് ആ 3 ഖലീഫമാരും വാദിച്ചു. അല്ലാന്ന് ഇമാം അഹ്മദ് പറഞ്ഞു. ഖുർആൻ അള്ളാഹിന്റെ സൃഷ്ടിയല്ല, സൃഷ്ടിയാണ് എന്നതാണ് ഓരോ വാദം. നമ്മൾ വിചാരിക്കുന്നത് എന്താ ഈ സൃഷ്ടി? അതിന്റെ നമുക്ക് ആ ഓരോ കാലഘട്ടത്തിൽ ഇസ്ലാമിക് ലോകത്ത് അങ്ങനത്തെ ചർച്ചകൾ നടത്തുന്നു. കാരണം ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെങ്കിൽ ആ കലിമാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന വിശുദ്ധ ഖുർആനാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ പഠിപ്പിച്ച ഒരു ശരണം തേട്ടത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളെ കൊണ്ട് ഒരിക്കലും ശരണം തേടാൻ വേണ്ടി അള്ളാഹു പഠിപ്പിക്കില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കലിമത്തുകളാണ് ഖുർആൻ, അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല. ഇമാം അഹ്മദിന് അടി കിട്ടിയിട്ട് ബോധം കെട്ടുപോയിട്ട് നിങ്ങൾ ആലോചിച്ചു. 6-7 മാസക്കാലം ചികിത്സ നടത്തിയിട്ടാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ മുറിവുകൾ മാറി. അത്രയും മാരകമായി കറക്റ്റ് കാര്യം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് ഖുർആൻ ഒരു വാദിച്ചു അല്ല. അപ്പൊ നമ്മുടെ വിശ്വാസം ഇന്നിപ്പോ ചർച്ച അല്ലെങ്കിലും നമ്മൾ വിശ്വസിക്കണം അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ. അള്ളാഹുവിന്റെ കലാമിന് മഹത്വമുണ്ട്. അള്ളാഹുവിന്റെ സംസാരമാണ് ഖുർആൻ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂൽ സംസാരിക്കുന്നു, അതേ സംസാരം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിക്ക് എത്തിച്ചു കൊടുക്കുന്നു. അതാണ് അള്ളാഹിന്റെ കലാം. രണ്ടാമതെന്താ വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആനിൽ നസ്ഖുകളുണ്ട്, നാസിഖായ ആയത്തുകളുണ്ട്, മൻസൂഖായ ആയത്തുകളുണ്ട്. ഇത് നമ്മൾ ശരിക്കും വിശ്വസിക്കണം. കാരണം വിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകൾ ആദ്യ കാലഘട്ടത്തിൽ ഇറക്കപ്പെട്ടതായിരുന്നു. പിന്നീട് അതിന്റെ ഹുക്കുമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതെയാക്കുകയും പിന്നീട് വേറെ ആയത്തുകൾ ഇറക്കിയിട്ട് അത് ഇല്ലാതാക്കി. ഇപ്പൊ നോക്കാം, കള്ള് 3 ഘട്ടങ്ങളിലാണ് ആയത്തിറക്കി. നിങ്ങള് ആദ്യം പറഞ്ഞു ഇതിൽ കള്ളില് ഒരുപാട് ഉപദ്രവമുണ്ട്, എന്നാൽ മനാഫിഇ ജനങ്ങൾക്ക് ചില ഉപകാരങ്ങളൊക്കെ ഉണ്ട്. തിന്മയാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് ഇസ്ലാമിക ശരീരത്തിന്റെ അടിസ്ഥാനം പറഞ്ഞാൽ ഒരു കാര്യത്തിൽ നന്മയാണോ തിന്മയാണോ കൂടുതലെങ്കിൽ ആ കൂടുതലുള്ളതിനാണ് ഹുക്കുമുണ്ടാകാം. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആൻഡ്രോയിഡ് ഫോണുണ്ട്. അയാൾ ആ ഫോൺ കൊണ്ട് നന്മ ചെയ്തതിനേക്കാൾ ഇരട്ടി തിന്മയാണ് ചെയ്യുമെങ്കിൽ അയാൾക്ക് ഫോൺ ഉപയോഗിക്കാൻ ഹറാം. കാരണം എന്താ? ആ കാരണം കൊണ്ട് അയാൾക്ക് ഉപകാരമുള്ളതിനേക്കാൾ കൂടുതൽ ഉപദ്രവമാണ്. എങ്കിലും ഇത് പാടില്ല അയാൾക്ക്. ഇപ്പൊ കള്ളിൽ ഉപകാരമുണ്ട്. കള്ളെന്തോ ഒരുപാട് ഒരാൾക്ക് ഇങ്ങനെ മത്തായി നടക്കുന്ന ഒരുപാട് ടെൻഷനുകൾ പോക്കണ്ട. പക്ഷെ അത് ആദ്യമൊക്കെ പറഞ്ഞു ബുദ്ധിలో മനസ്സിലായത് പാടില്ല. പിന്നെ പറഞ്ഞു ഒരാ തഖറബുസ്, അതൊക്കെ ഖുർആനിലുള്ളതാ. ഇപ്പൊ നീ ഒരാ തഖറബുസ് വന്നു സുഖാർന്ന ആയത്തിലാണ് പറയുന്നത്. ആ ഖുർആൻ ഇപ്പൊ എന്താ പറഞ്ഞത്? NDM മറ്റൊന്നും നിസ്കരിക്കാൻ പോകുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ല. നിസ്കരിച്ച് കഴിഞ്ഞപ്പോ ഓർമ്മ അസർ വരെ ഏകദേശം 2-3 മണിക്കൂർ സമയം ഇടയ്ക്കൊക്കെ ഉപയോഗിക്കാനാണോ? ആയത്ത് ഖുർആനിലുണ്ട്. പക്ഷെ ആയത്ത് പിന്നെ എന്ന ആയത്തോടെ അതൊക്കെ ഹുക്കുമില്ലാതെ. ഇന്നിപ്പോ ഏത് ഹുക്കുമേ നിലവിലുള്ളൂ? ഇത് നമ്മൾ വിശ്വസിക്കണം. ഇത് നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. നിഷേധിക്കുന്ന ആൾക്കാർ മുജാഹിദ് കൂട്ടത്തിൽ തന്നെയുണ്ട്. മുജാഹിദികളുടെ വിഭാഗത്തിൽ തന്നെ മർക്കസ്ദാവക്കാർ ഇറക്കിയ ഖുർആൻ പരിഭാഷകൾ എടുത്തു നോക്കി. ആമുഖത്തിൽ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷകൾ എടുത്തു നോക്കി. അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷന്റെ ആമുഖത്തിൽ 1-ാം ആഴത്തിൽ നാസിഖ് മൻസൂഖിനെ പറ്റി ചർച്ച ഉണ്ട്. ഖുർആനിൽ നസ്ഖ് ചെയ്യപ്പെട്ട ആയത്തുകളുണ്ടോ ഇല്ലേ? അമാനി മൗലവിയുടെ പരിഭാഷകൾ എടുത്തു വെക്കുക, മർക്കസ്ദാവക്കാർക്ക് പരിഭാഷ എടുത്തു വെക്കുക. ഇതൊക്കെ ആളുകൾ തെറ്റിപ്പോണ കാര്യങ്ങളാണ്. അതൊക്കെ അപ്പൊ ഖുർആനെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസം ശരിയാക്കണം. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ കൈകടത്തലുകൾ നടന്നിട്ടില്ലെന്ന് നമ്മൾ വിശ്വസിക്കണം. കാരണം അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ലോകത്ത് ഷിയാക്കൾ, ലോകത്ത് 2 കക്ഷികളാണ്, സുന്നികളും ഷിയാക്കളും. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഈ 3 ഖലീഫമാരും വിശുദ്ധ ഖുർആനിൽ കൈകടത്തലുകൾ നടത്തിയെന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ അംഗീകരിക്കുന്ന മുസ്ഹഫിനെ ഷിയാ ലോകത്തുള്ള ആളുകൾ ഒറ്റക്കുട്ടി അംഗീകരിക്കുക. അതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് ഒരൊറ്റ ഹാഫിദീങ്ങളും ഷിയാക്കളെ കൊടുത്തിട്ടുണ്ടാവില്ല. ഹാഫിദീങ്ങളും ഷിയാ കൊടുത്തില്ല. എന്തുകൊണ്ടാണ്? ഹാഫിദാക്കേണ്ട കാര്യമില്ല. കാരണം ഓർക്ക് വിശ്വാസമില്ല. ഓര് പറഞ്ഞു 70,000 ആയത്ത് അള്ളാഹുവിന്റെ ഖുർആൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഇറക്കിയിട്ടുണ്ട്. അതിൽ അഹ്ലുബൈത്തിന് അനുകൂലമായ ആയത്തുകളൊക്കെ
അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നു ഖത്താബും ഉസ്മാൻ ഇബ്നു അഫ്ഫാനൊക്കെ വെട്ടിമാറ്റി ബാക്കിയുള്ളതാണ് ഉസ്മാൻ റളിയല്ലാഹു ക്രോഡീകരിച്ചിട്ടുണ്ട്. ആ മുസാഫ് ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞു. ആ ശിയാക്കൾ ന്യായീകരിക്കുന്ന ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. സൗദി അറേബ്യയുടെ ആളുകളെക്കാൾ എനിക്ക് ഇഷ്ടം ഷിയാക്കളെയാണ് നിൽക്കുന്ന പോസ്റ്റിടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. വലിയ വലിയ ആൾക്കാർ, ചെറിയ ആൾക്കാരൊന്നുമല്ല. ഇതൊക്കെ ഖുർആനെ തെറ്റിപ്പോണ കാര്യങ്ങൾ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തിന് ചീത്ത പറയുന്നവരാണ്. വിശുദ്ധ ഖുർആനിൽ തഹരീഫ് നടന്നിട്ടുണ്ടെന്ന് സ്ഥാപിക്കുന്ന ഗ്രന്ഥം ഇറാനിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്നും ആ ഗ്രന്ഥമുണ്ട്. എന്റെ PDF ഒക്കെ നെറ്റിൽ കാണാം. അത് ഇന്നും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. അപ്പൊ അതുകൊണ്ടാണ് ഈ നമ്മൾ മുസ്ഹാഫിനെ സംബന്ധിച്ചിടത്തോളം ഷിയാക്കൾക്കൊരു ആദരവില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇല്ലാത്ത മുസ്ഹാഫ് അല്ല. മുസ്ഹാഫ് ഫാത്തിമയുണ്ട്. അത് മുസ്ഹാഫ് കൂടെ ഉള്ളതറിയാം. അവിടെ വിശ്വാസമൊക്കെ ഭയങ്കര രസമാണ്. ആ മുസ്ഹാഫ് കൂടെയുള്ള ചിത്രമില്ല, തൊയ്യാൻ കൂടിയില്ല. ആ മുസ്ഹാഫ് ഉള്ളത് സുറമൻറ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഒരു 12ാമത്തെ ഇമാമുണ്ട്. അതാണ് ഇമാം മഹദി, ഷിയാക്കളുടെ ഇമാം മഹദി. ആ മഹദിയുടെ കയ്യിൽ, അലി റളിയല്ലാഹുവിന്റെ കയ്യിലുള്ള മുസ്ഹാഫില്ലായിരുന്നു. ആ ഖുർആനുമായിട്ട് ആര് വരും? മഹദി വരും. അവസാന കാലത്ത് അഹ്ലുസുന്നക്കൽ മഹദി ഉണ്ട് കേട്ടോ, ഷിയാക്കളുടെ മഹദി വേറെ. അതുകൊണ്ടാണ് ഫലസ്തീൻ വിഷയക്കുണ്ട് സലാമയ മഹദി എന്നൊക്കെ പാട്ട്. നമ്മള് കുറെ ആൾക്കാർക്ക് പാട്ടല്ല വെച്ചൊക്കെ പാട്ടിട്ട് നീങ്ങി. അത് ഷിയാക്കളുടെ പാട്ടാണ്, സലാമിയ മഹദി എന്ന് പറഞ്ഞിട്ട്. ആ മഹദി ഖുർആനുമായിട്ട് വരും. ഖുർആനുമായിട്ട് വന്നാൽ പിന്നെന്താ വെച്ചാൽ പിന്നെ ബറാത്ത്, പിന്നെ സുന്നികളായ ആളുകളെ കൊല്ലും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുല്ലാഹിന്റെ ഖബറൊക്കെ റസൂലുള്ളാഹിന്റെ ഖബറിൽ നിർത്തിട്ട് ഹറം ശുദ്ധീകരിക്കുന്ന എഴുതി വെച്ചാണ് ആ ഖുമൈനി. ആ ഖുമൈനിക്ക് ചില ഇമാം ഖുമൈനി പറയുന്നുണ്ട്, അറിയില്ലാത്തോണ്ടായിരിക്കും. അത് പാടില്ല. അപ്പൊ ഖുർആനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒന്നാമത് വിശ്വസിക്കേണ്ട, ഖുർആനെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസം ശരിയായിരിക്കണം. ഖുർആൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും സത്യമാണ്, അതിൽ യാതൊരു കൈകടത്തലുകൾ നടന്നിട്ടില്ലെന്ന് നമ്മൾ വിശ്വസിക്കണം. അതേപോലെ തന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ലോകത്തിന്റെ അവസാനമാകുമ്പോഴേക്കും വിശുദ്ധ ഖുർആൻ ലോകത്തിന് ഉയർത്തപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. കുറച്ചുകൂടി ഒരു കാലം വന്നു കഴിഞ്ഞാൽ ഈ ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല. പിന്നെ ഖുർആൻ മുസ്ഹാഫ് മാത്രം, എഴുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ മുസ്ഹാഫിൽ. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ മുസ്ഹാഫിൽ നിന്ന് എഴുത്തും വായിക്കപ്പെടും. അപ്പൊ മുസ്ഹാഫിൽ മറിച്ചേക്ക് ഒന്നും കാണില്ല. അതുണ്ടാവും. അതിന്റെ റസ്മടക്കം ഉയർത്തപ്പെടുന്ന ഒരു കാലഘട്ടമുണ്ട്. ഖിയാമത്തിനെ അടുപ്പിച്ച് നമ്മൾ മുസ്ഹാഫ് തുറന്നൊക്കെ നമ്മൾ എഴുത്ത് കാണുന്നുണ്ടല്ലോ. കുറച്ചു കാലം കഴിഞ്ഞാൽ പിന്നെ എഴുത്ത് മാത്രമല്ല, അതനുസരിച്ച് അമൽ ചെയ്യുന്ന ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഖുർആന്റെ റസ്മ് മാത്രം ബാക്കിയുണ്ടാവും. അതിന് ഏശം വന്നുകൊണ്ടിരിക്കണം. കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെ റസ്മ ഉണ്ടാവില്ല. റസ്മടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ വെച്ച സംഭവം ഉണ്ട്. അതായത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ നസ്ഖിന്റെ സംഭവം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആയത്തിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ ഇറക്കപ്പെട്ടിട്ടുണ്ട്. അത് സ്പെഷ്യൽ കേസിന് ഇറക്കിയായിരിക്കും. ഇപ്പൊ ആയത്ത് സഹാബത്ത് എഴുതി വെക്കും, ഒരു ഹിഫ്ളാക്കും. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ആയത്ത് സഹാബത്ത് ഓതിയത് കിട്ടില്ല. നിസ്കാരത്തിലെ ആയത്തോടെ നോക്കി എത്ര ഓതാൻ ശ്രമിച്ചാൽ ഓതാൻ കിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി പറഞ്ഞു. റസൂൽ പറഞ്ഞ ആയത്ത് ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നോക്കുമ്പോൾ എഴുതി വെച്ച പലകത്തിൽ ആയത്തില്ല. ഇതൊക്കെ അല്ലാഹു അവന്റെ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ ഖിയാമത്തിന് അടുത്ത് വരുമ്പോൾ അവന്റെ ഈ ഖുർആന്റെ റസ്മടക്കം ഉയർത്തപ്പെടുന്ന, അതിന്റെ എഴുത്തടക്കം ഉയർത്തപ്പെടുന്ന അവസ്ഥ. രണ്ടാമത്തെ എന്താ വെച്ചാൽ വിശുദ്ധ ഖുർആനോട് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്താ വെച്ചാൽ ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, അത് പഠിക്കുക, അതിനെ പിന്നെ ചിന്തിക്കുക. ഇതൊക്കെയാണ് വിശുദ്ധ ഖുർആൻ കാണാം. സൂറത്തു അൻ-നംലിലെ 91-92 ഇന്നമാ ഉമിർതു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദത്തിൽ ലദീ ഹറമഹാ, ഈ നാടിന്റെ റബ്ബിനെ ആരാധിക്കാൻ വേണ്ടി ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വലഹു കുല്ലു ഷൈഇൻ, അവനാണ് എല്ലാ കാര്യങ്ങളുടെയും ഉടമസ്ഥൻ, അവനുള്ളതാണ് മുഴുവൻ കാര്യങ്ങളും. വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ വഅൻ അത്ലുവൽ ഖുർആൻ, ഞാൻ മുസ്ലിം ആകണമെന്ന് അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. വഅൻ അത്ലുവൽ ഖുർആൻ, ഖുർആൻ ഓതണമെന്നും അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഖുർആൻ ഓതാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്, റസൂലുള്ളാഹിന്റെ വരെ കൽപ്പനയുണ്ട്. റമദാൻ മാസം അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ ഓതാറുണ്ട്. ചെന്നാലും ചില ആൾക്കാർ ഓതാത്തുണ്ടെങ്കിൽ ഞങ്ങളുടെ
വസീയത്തായി പറയുന്നു, ഒരു തവണയെങ്കിലും വിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കാത്തവർ ഈ ശബ്ദം കേൾക്കുന്നവരുണ്ടാവണം. പ്രാബൂത്യം പ്രത്യേകിച്ചു ആണുങ്ങളായാലും പെണ്ണുങ്ങളതിനൊക്കെ കുറച്ചൊക്കെ ഉഷാറാണ്. പക്ഷെ ആണുങ്ങൾ ഒറ്റ ബേക്കിലാണ്. കാരണം നമുക്ക് എന്താ വെച്ചാൽ കച്ചവടത്തിനൊക്കെ ഉണ്ടാകാൻ പറ്റുണ്ടാവും. ഒരു തവണയെങ്കിലും ഖത്തം തീർക്കാത്ത ഒരാളും ഈ ശബ്ദം കേൾക്കുന്നുണ്ടാവും. അതാണ് സഹോദരന്മാരെ, നമ്മൾ വിചാരിക്കും അവർക്ക് ഭയങ്കര തിരക്കാണ്. ഒരു ജുസ് എന്ന് പറയുന്നത് 21 പേജാണ്. 21 പേജ് ഓതാൻ നമുക്ക് 25 മിനിറ്റുമാണ്. 1 മിനിറ്റാണ്. പിന്നെ ഒരു പേജ് ഓതാൻ വേണ്ടല്ലോ. ഒരു പേജ് ഓതാൻ 1 മിനിറ്റൊന്നും വേണ്ട. അപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ ഒരു ജുസ് പോലും റമളാനിലെങ്കിലും ഓതി തീർക്കാൻ ദിവസം നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ എന്ത് ഖുർആന്റെ അഹ്ലുകാരെ നമ്മൾ നടക്കണം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആരാന്നറിയും? ഉസ്മാനുൽ ഗനി, പണക്കാരനായ ഉസ്മാൻ. ചില്ലറ പണക്കാരനൊന്നുമല്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചെലവിൽ മാത്രം റസൂൽ യുദ്ധം നടത്തിയിട്ടുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ചെലവിൽ മാത്രം ഒരു യുദ്ധത്തിന് ചെലവ് 1000 സഹാബത്ത് യുദ്ധത്തിന് പോകുകയാണെങ്കിൽ ആ സഹാബത്തിനുള്ള ആയുധങ്ങൾ, ഒരു മാസത്തെ ഭക്ഷണം എത്രയാണോ അത്രയും ഭക്ഷണം. അന്നത്തെ ആയുധം എന്ന് പറഞ്ഞെങ്കിൽ ഒട്ടകം, കഴുത, ഇതൊക്കെയാണല്ലോ. ഇതിനൊക്കെ തിന്നാൻ കൊടുക്കണ്ടേ? ഒട്ടകത്തിനുള്ള ഭക്ഷണം, കഴുതക്കുള്ള ഭക്ഷണം, അവർ യുദ്ധ സാമഗ്രികൾ, ആയുധങ്ങൾ, ഇതെല്ലാം വാങ്ങാൻ ഒരുപാട് പൈസ ചിലവുണ്ട്. അങ്ങനെയുള്ള പണം മുഴുവനും എടുത്തത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ. അത്രയും വലിയ പൈസക്കാരൻ. ഒരു ദിവസം ഒരു ഖത്തം അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ ഖത്തം. നമുക്ക് ഒരു ദിവസം ഒരു ജുസ് ഓതാൻ കഴിയും. അത് റമളാനിൽ നമ്മൾ ആലോചിച്ചു. അപ്പൊ നമ്മളും ഖുർആനും നമ്മുടെ മുൻഗാമികളായ ആളുകൾ, അത് ഖുർആനോട് നമ്മൾക്ക് സ്വീകരിക്കേണ്ട രണ്ടാമത്തെ കാര്യം വെച്ചാൽ അത് പിന്നെ പാരായണിച്ച് ഖുർആൻ, ഖുർആൻ എന്നോട് ഓതാൻ വേണ്ടി അള്ളാഹുവിനോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് നബി നിങ്ങൾ പറയുന്ന സൂറത്ത് നംലിൽ, സൂറത്ത് ബഖറയിൽ പറയാണ്, അല്ലദീന ആതൈനാഹുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവതിഹി, നാം ഗ്രന്ഥം നൽകിയിട്ടുള്ള ആളുകൾ ആ ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുന്നു. ഹഖ്ക തിലാവതിഹി, തിലാവത്തിന്റെ ഹഖ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ആൾ ഒരു ഹർഫോടെ 10 കൂലി കിട്ടും. പക്ഷെ 10 കൂലി എപ്പോഴാ കിട്ടാറെങ്കിൽ അത് ഹർഫ് ആകണം. ഇപ്പൊ അലിഫ് ലാം മീം എന്ന് ഓതിക്കഴിഞ്ഞാൽ ആ അലിഫാകണം, ലാമാകണം. അവിടെ എവിടെയാണ് മണിക്കേണ്ടത്, എവിടെയാണ് നീട്ടേണ്ടത് എന്നൊക്കെ എന്നൊക്കെ ആണ് ആയത്തോതുമ്പോ ഒരു ഹർഫിന് 10 കൂലി കിട്ടണമെങ്കിൽ ആ ഹർഫിന്റെ ഉച്ചാരണ സ്ഫുടതയും അതുപോലെ തന്നെ മഖറജൊക്കെ കുറഞ്ഞതിന്റെ അക്ഷരങ്ങളുടെ ശരിയാകാതിരുന്നതിന്റെ പ്രതിഫലം കുറയും. അതിന് 10 കൂലി എന്ന് പറഞ്ഞു. 10 കൂലി വെറുതെ അല്ല. അതുകൊണ്ടാണ് ഹഖ്ക തിലാവതി. ഖുർആന്റെ പാരായണ നിയമങ്ങളുണ്ട്. പാരായണത്തിന് ലോകത്ത് ഒരു കിതാബിനും പാരായണ നിയമമല്ല, ഖുർആന് മാത്രമുള്ളതാണ്. തജ്വീദ്, അറബി പേപ്പർ വായിക്കാൻ തജ്വീദ് അറിയണമെന്നില്ല. പക്ഷെ ഖുർആൻ ഓതാൻ തജ്വീദ് അറിയണം. തജ്വീദ് അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ വെച്ചാല് അർത്ഥം മാറിപ്പോകും. തെറ്റാണ്. സൂറത്തുൽ ഫാത്തിഹ തന്നെ പലരും തെറ്റിച്ചവർ. നമ്മൾ പഠിച്ചിട്ടില്ല സൂറത്തുൽ ഫാത്തിഹ പോലും ഓതാൻ. ഇയ്യാക നഅ്ബുദു, ഇയ്യാക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇയ്യാക എന്ന് പറഞ്ഞ ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു വിഗ്രഹത്തിന്റെ പേര് ഇയ്യാക. ഇയ്യാക നഅ്ബുദു പറഞ്ഞതാ, ഇയ്യാക നിന്നെയാണ് നമ്മൾ ആരാധിക്കണം. നഅൂദു ശിർക്കല്ല. തൗഹീദിന്റെ ആയത്തിൽ ശിർക്ക് വരും. തൗഹീദിന്റെ ആയത്തിൽ ശിർക്ക് വരും. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നെ ഓതണം. അപ്പോഴേക്കും ഓരോ ഹർഫിന് 10 കൂലി കിട്ടുള്ളൂ. നമ്മളെ വെച്ചാൽ പിന്നെ എങ്ങനെയെങ്കിലൊക്കെ ആണ് ഓതി തീർത്താൻ പറയാം. പക്ഷെ ഇടങ്ങേറ് പിടിച്ച് ഓതിയാൽ ഒരു കൂലുണ്ട്. പക്ഷെ അതിന്റെ ഹഖ്ക തിലാവതിഹി, അല്ലാഹുവിന്റെ ഖുർആൻ ഓതേണ്ട പ്രകാരം അവർ ഓതിക്കൊണ്ടിരിക്കുന്നു. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമു സ്വലാത്ത വഅൻഫഖൂ മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയതൻ യർജൂന തിജാറതൻ ലൻ തബൂർ. അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയും
നമസ്കാരം കൃത്യമായി നിലനിർത്തുകയും അള്ളാഹു അവർക്ക് കൊടുത്ത സമ്പത്തിന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്തവർ ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടത്തെയാണ് ആഗ്രഹിക്കുക. കച്ചവടം നമ്മുടെ നാട്ടിൽ കച്ചവടം പിന്നെ അവിടെ കച്ചവടം തുടങ്ങുകയാണെങ്കിൽ അവൻ എന്തൊക്കെ ചിന്തിക്കും? ലാഭം ഉണ്ടാകും, നഷ്ടം ഉണ്ടാകും. പക്ഷെ ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടമാണ് ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട കച്ചവടം. നിങ്ങൾ ഖുർആൻ ധാരാളമായി കൊണ്ടുപോകണം. ആ ഖുർആൻ അതിന്റെ അഹ്ലികാർക്ക് പരലോകത്ത് ശുപാർശകന്മാരായിക്കൊണ്ട് കടന്നു വരുന്നതാണ്. പ്രവാചകൻ പറഞ്ഞു, لا أقول ألف لام ميم حرف ولكن ألف حرف ولام حرف وميم حرف. അലിഫ് എന്ന ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ 10 കൂലിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുക. ഇത് അല്ലാഹുവിന്റെ സുന്നത്താണ്. ഒരു നന്മ ചെയ്താൽ 10 മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ. ലോകത്ത് ഒരു പടപ്പിനും കൊടുക്കാൻ കഴിയാത്ത കൂലിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുക. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി ചിന്തിച്ചു നോക്കിയിട്ട്, ഒരു മനുഷ്യൻ ഒരു മനുഷ്യന്റെ നന്മയുടെ ഏടുണ്ട്, തിന്മയുടെ ഏടുണ്ട്. ഒരു മനുഷ്യന്റെ നന്മയുടെ ഏട് കരം തൂക്കാൻ വളരെ എളുപ്പമാണ്. ഒരു നന്മ ഇതിൽ 10 നന്മ രേഖപ്പെടുത്തും. എന്നാൽ ഒരു മനുഷ്യൻ തിന്മയാണെങ്കിൽ ഇത് മാത്രമേ ഉണ്ടാവും. അതായത് തിന്മയാണെങ്കിൽ ഒരു തിന്മ രേഖപ്പെടുത്തും. അപ്പൊ ഒരാൾ ഒരു തിന്മ ഒരു നന്മ ചെയ്ത ആൾ സ്വർഗത്തിലോ നരകത്തിലോ? സ്വർഗത്തിലോ. അല്ലേ? ഇനി ഈ തിന്മ പിന്നെ ഈ നന്മ ആൾക്ക് അതിജയിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ എത്ര തിന്മ ചെയ്യണം? 10 ചെയ്യണം. അല്ലെ? ഒരു നന്മ ചെയ്ത വ്യക്തി അയാളുടെ തിന്മയുടെ തുലാസ് കനം തൂകണമെങ്കിൽ എത്ര തിന്മ ചെയ്യണം? 10 തിന്മ. ഇനി നിങ്ങൾ ചിന്തിച്ചു, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ആ നന്മയുടെ 10 ഇരട്ടി തിന്മയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് എവിടെ പോകുള്ളൂ? നരകത്തിൽ പോകും. ഇനി അത് തിന്മൊക്കെ പുറത്തു കൊടുക്കാതിരുന്ന, ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കാൻ എന്തൊക്കെ സംവിധാനങ്ങളാക്കിയിട്ടുണ്ട്. അതിനാ റമദാൻ മൻ സാമ റമദാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി മൻ ഖാമ റമദാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. തൗബയില്ലാതെ പുറത്തു, നിസ്കാരത്തിലേക്ക് നടന്നു വന്നാൽ പുറത്തു, പള്ളിയിലിരിക്കുമ്പോൾ ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പള്ളിയിൽ നിന്ന് അള്ളാഹുവിന്റെ ഖുർആനെ സംബന്ധിച്ച് ദിക്റിനെ കേട്ടാൽ ഒക്കെ നമ്മൾ അറിയാതെ ഒരുപാട് പാപം പൊറുക്കുന്നുണ്ട്. പിന്നെ ഇസ്തിഗ്ഫാർ ചെയ്ത് പൊറുക്കപ്പെടും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്രയും ശഖിയല്ലാതെ അല്ലാഹുവിനെ കാത്തിരക്ഷിക്കണം, അത്രയും ദൗർഭാഗ്യവാനല്ലാതെ നരകത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. മനസ്സിലായി? അതുകൊണ്ടാണ് അസലിയായിക്കൊണ്ട് നരകം ആർക്കുള്ളതാണ് നരകം? അസലിയായിട്ട് കാഫിരികൾക്കുള്ള സ്വർഗം മുത്തഖീൻ. എന്നിട്ട് ഈ കാഫറിന്റെ കൂടെ നരകത്തിൽ കിടക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നഊദുബില്ല, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അത്രയും ശഖിയാണ്, അത്രയും ദൗർഭാഗ്യമാണ്, തീരുമാനമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു മനുഷ്യൻ. എന്നുള്ള ഒരു ജീവിതത്തിലാണ് ചെയ്ത നന്മന്റെ ഏറ്റവും ചുരുങ്ങിയത് 10 ഇരട്ടി തിന്മ ചെയ്യണം. അതുകൊണ്ട് ആ ഖുർആൻ പ്രവാചകൻ പറഞ്ഞ ഒരു ഹർഫ് എന്ന് പറഞ്ഞാൽ അത് 10 കൂലിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുക. അപ്പൊ ഖുർആൻ മുഴുവൻ ഓതി തീർത്താൽ എത്രയാണ് കൂലി കിട്ടുന്നത് ആലോചിച്ചു. സഹോദരന്മാർ, ഇതിന്റെ തജ്വീദിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രവാചകൻ നിങ്ങളെ ഏറ്റവും ഹൈർ കിട്ടുന്നവൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട്. ഖുർആൻ സ്വന്തം പഠിക്കാനാണ്. നമ്മുടെ വീട്ടിലൊക്കെ അമാനുവിലെ തഫ്സീർ വാങ്ങിച്ചിട്ടാവും നല്ല 10,000 കണക്കിന് അല്ലെങ്കിൽ 20,000 വെച്ചിട്ട് നമ്മൾ ഷെൽഫ് ഉണ്ടാക്കി വെച്ചിട്ട് ആ ഷെൽഫിലെല്ലാം ഗ്ലാസും വെച്ചിട്ടാവും അമാനുവിന്റെ തഫ്സീർ അങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും എടുത്ത് മറിച്ചോ. ലോകത്ത് എഴുതപ്പെട്ട ഏറ്റവും നല്ല തഫ്സീറുകളൊന്നാണ് അമാനുവിലെ തഫ്സീർ. മലയാളത്തിലായതുകൊണ്ട് അറിയപ്പെടാതെ പോയത്. അതെങ്ങാനല്ലോ വേറെ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഉറുദുവിലോ അല്ലെങ്കിൽ അറബിയിലൊക്കെ ആണെങ്കിൽ ഏറ്റവും പ്രസിദ്ധമായ തഫ്സീറുകൾ ഒരു തഫ്സീറായിരിക്കും അമാനുവിലെ തഫ്സീർ. അത്രയും കനപ്പെട്ട തഫ്സീറാണ് അമാനുവിലെ തഫ്സീർ റഹിമഹുല്ലാഹ്. അത് നമ്മുടെ മുമ്പിലുണ്ട്. മലയാളം വായിക്കാൻ അറിയാത്തവരാരാണ്? അത് നമ്മൾ വായിക്കണം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ. അത് നമ്മൾ അല്ലെങ്കിൽ QHLC ക്ലാസ്സുകൾ പങ്കെടുക്കുക.
ഈ തഫ്സീറുകൾ ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയാം, ഇംഗ്ലീഷിൽ വായിക്കാം, മലയാളം അറിയുന്ന ആളുകൾ മലയാളത്തിൽ വായിക്കാം. അത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യേണ്ടതാണ്. ഇനി അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനുമായി കൊണ്ടുള്ള ബന്ധം എന്ന് പറഞ്ഞത് അത് പഠിക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടുക, ആ പഠനത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് വരിക. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത് അള്ളാഹുവിന്റെ വീടുകളിൽ ഒരു വീടല്ലോ, അള്ളാഹുവിന്റെ പള്ളിയിൽ മനുഷ്യർ ഒരുമിച്ച് കൂടുകയും എന്നിട്ട് ആ ഖുർആൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പഠിക്കുകയും ചെയ്താൽ പഠിപ്പിക്കുക, സംശയം ചോദിക്കുക, പഠിക്കുക. 4 കാര്യങ്ങളാണ് റസൂൽ പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മലക്കുകൾ, സക്കീനത്തിന്റെ സമാധാനത്തിന്റെ മലക്കുകൾ ആ സദസ്സിലാക്കുന്ന മ്യൂസിക്കുള്ള DJ പാർട്ടിയുള്ള അല്ലെങ്കിൽ സെവൻസ് നടക്കുന്നിടത്തല്ല മലക്കുകൾ. അവിടെയാണ് നമ്മൾ ആൾക്കാർ തിരക്കുണ്ട്. അല്ലെ, സെവൻസിലൊക്കെ എന്താ തിരക്ക്? എത്ര മണിക്കൂറും ടിക്കറ്റ് കിട്ടാനും ഏത് നട്ടപ്പാതിര നേരത്തും എത്ര വലിയ മഞ്ഞുണ്ടെങ്കിലും മഴ ഉണ്ടെങ്കിലും അതൊക്കെ കൊണ്ട് ഒരു ഖുർആൻ ക്ലാസ് 10 നീണ്ടാന്തേക്കാരം നമ്മളൊക്കെ അവസ്ഥ. ഇതൊക്കെ ദീനിന്റെ വിഷയം വരുമ്പോഴേ ഉണ്ടാവുള്ളൂ. ദുനിയാവിന്റെ വിഷയം വരുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതങ്ങനെ തന്നെയാണ് ഉണ്ടാകുക. ഇബ്ലീസ് അങ്ങോട്ട് ഉണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ പറയില്ല നസലത് അലൈഹിമുസ് സകീനതു, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മലക്കൾ, സക്കീനത്തിന്റെ മലക്കൾ അവരുടെ മേൽ ഇറങ്ങുന്നതാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അവരെ മൂടുന്നതാണ്. റഹ്മത്ത് കൊണ്ട് അല്ല മൂടും. ഈ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കണം എന്താ അറിയാം? റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കണം അള്ളാഹുവിന്റെ ദീനിയായ, അള്ളാഹുവിന്റെ പാരത്രികവുമായിട്ടുള്ള റഹ്മത്താണ്. അതുകൊണ്ടാണ് പള്ളിക്ക് കയറുമ്പം അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കുക? അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ റഹ്മതിക എന്നല്ല, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക. കാരണം ദുനിയാവ് അള്ളാഹിന്റെ ഫദ്ലാണ്, ദീൻ അള്ളാഹുവിന്റെ റഹ്മത്ത്. പള്ളിക്ക് കയറുമ്പോൾ ദീന ഇങ്ങോട്ടാണ്, ദുനിയാവൊക്കെ ഇറങ്ങാണ് പള്ളിയിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ടാണ് അവിടെ നിർദ്ദേശമുള്ളതുകൊണ്ട് ദുനിയാവാണ്. അപ്പൊ ദുനിയാവ് അള്ളാന്റെ ഫദ്ലാണ്, ദീൻ അള്ളാന്റെ റഹ്മത്ത്. അതുകൊണ്ട് അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക. പള്ളിക്ക് കയറുമ്പോൾ അള്ളാന്റെ ദുനിയാവ്. അതുകൊണ്ട് പള്ളി ദുനിയാവ് പാടില്ല എന്ന് പറഞ്ഞു. പള്ളിയിൽ നിന്ന് കച്ചവടം നടത്താൻ പാടില്ല എന്ന് റസൂൽ പഠിപ്പിച്ചതാണ്. ഇവിടെ ദുനിയാവിന്റെ അർത്ഥമാണ്, ഇവിടെ ദീനിന്റെ അർത്ഥം. ഇത്തിക്കാഫിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്തിക്കാഫിരിക്കുമ്പോൾ ഇത്തിക്കാഫ് നല്ല കൈഭാഗത്തല്ല, പക്ഷെ സംശയം. പക്ഷെ ഇത്തിക്കാഫ് അതിന്റെ ആദമോളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം ഇത്തിക്കാഫിരിക്കേണ്ടത്. എത്തിക്കാവ് കച്ചവടം പാടില്ല, ദുനിയാവിന്റെ ഒരു കാര്യം പാടില്ല. ഒരാൾ എത്തിക്കാഫിരിക്കും, പിന്നെ ആ ലോഡ് അങ്ങോട്ട് കൊടുത്താളോ, ആ വണ്ടി ഇങ്ങോട്ട് ഇട്ടാളോ, അല്ലെങ്കിൽ അവിടെ അങ്ങോട്ടാക്കിയാളോ അങ്ങോട്ടാ, ഒരിക്കലും പാടില്ല. അതൊക്കെ കച്ചവടം നടത്താനുണ്ടെങ്കിൽ പിന്നെ എത്തിക്കാവിന് വരട്ടെ. എത്തിക്കാവ് എന്ന് പറയുമ്പോൾ ഇബിന് ഖയ്യിം പറഞ്ഞത് ഒരു മനുഷ്യന്റെ ഖബറിന്റെ ഏകാന്തത പോലെ വർഷത്തിൽ ഖബർ ഓർമ്മിക്കണം എന്നാണ്. ദുനിയാവായിട്ട് ബന്ധമല്ല. ഖബർ വാട്സപ്പ് ഉണ്ടാവും, ഫേസ്ബുക്ക് ഉണ്ടാവും, ഒന്നും ഖബറിലില്ല. മോനും പഠിച്ചു മോന്റെ അമലും മാത്രം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇഅ്തികാഫാണ് പ്രവാചകൻ മുഅത്തഖിഫിലേക്ക് പ്രവേശിക്കുന്നത്. അത് റസൂലുള്ളാഹിക്ക് പിന്നെ സ്പെഷ്യൽ സ്ഥലം ഉണ്ടാക്കും പള്ളിയിൽ. ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് ചില പള്ളികളിൽ സംവിധാനങ്ങളുണ്ട്. നമ്മുടെ പള്ളിയിലൊന്നും സ്ഥലം ഉണ്ടായിക്കോളുന്നില്ല. പക്ഷെ എന്താ വെച്ചാൽ കൂടുതൽ വർത്താനം പറഞ്ഞ് ദുനിയാവ് പറഞ്ഞ് എത്രത്തോളം ഉലമാക്കൾ പറഞ്ഞു വെച്ചാൽ ഒരാൾക്ക് ഇഅ്തികാഫിൽ ഭക്ഷണം ഹോട്ടലിൽ നിന്ന് വാങ്ങണം. ആ കത്തായത്തിന് ഭക്ഷണം ഹോട്ടലിൽ വാങ്ങണമെങ്കിൽ പള്ളിക്ക് പുറത്തിറങ്ങിട്ട് ഫോൺ ചെയ്യണം. കലപ്പുറത്ത് പള്ളിൻ്റെ ഫോൺ ചെയ്താൽ കച്ചവടമല്ലേ, അയാൾ വെറുതെ കൊടുക്കലില്ല. അതിയാണെങ്കിൽ കുഴപ്പമില്ല. ഇയാള് എനിക്ക് നല്ലൊരു പിന്നെ ചോറും മീൻകറിയും അല്ലെങ്കിൽ ഒരു ഇറച്ചിയും വെറ്റിയും വേണമെന്ന് പറഞ്ഞാൽ അത് പള്ളിയിൽ ഫോൺ ചെയ്ത് കച്ചവടമാണത്, ഹറാം. അങ്ങനെ ചെയ്യുന്നത് കണ്ടാൽ അള്ളാഹു നിങ്ങളുടെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യാതിരിക്കട്ടെ പ്രാർത്ഥിക്കണം എന്ന് പ്രവാചകൻ പറഞ്ഞു. അപ്പൊ ദീന് അതാണ്. ആ മലക്കൾ അവരെ പൊതിയുന്നതാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കൾ അവരെ പൊതിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കലുള്ള മലക്കളെ കുറിച്ച്, മലക്കളോട് ഈ മനുഷ്യന്മാരെ കുറിച്ച് പറയുന്നതാണ്. അള്ളാഹ് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പൊ നമ്മുടെ സദസ്സിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന് മലക്കൾ ഉണ്ടെങ്കിൽ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ തലപ്പാറ പള്ളിയിലെ കുറച്ച് ആൾക്കാർ
എന്റെ ദീൻ കേൾക്കാൻ വേണ്ടി, എന്റെ ഖുർആനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഇരിക്കുന്ന അള്ളാഹു അവന്റെ മുഖറബീങ്ങളായ മലക്കളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. ഇത് പ്രവാചകൻ പഠിപ്പിച്ച ഹദീസ്. അത്രയും പുണ്യം ആ ഖുർആന്റെ പഠനത്തിന് വരുന്ന ആളുകൾക്കും അതിൽ പങ്കെടുത്തവർക്കുണ്ടെന്നാണ്. ചില ഹദീസിൽ കാണാം, ഒരാൾ അവിടെ വെറുതെ വന്നിരുന്നു, സദസ്സിൽ വെറുതെ വന്നിരുന്നു. പ്രവാചകൻ പറയാം, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. മലക്കൾ പറയും, നബി അള്ളാഹു അതിൽ കുറച്ചാളുകള് അവിടെ വെറുതെ വന്നു. ഈ സദസ്സ് ലക്ഷ്യം വെച്ച് വന്നൊന്നുമില്ല, ഒരവിടെ വെറുതെ വന്നിരുന്നു, നീച്ചുപോയി. അവർക്ക് നീ പുറത്തു കൊടുത്തു. അതെ, അവർക്ക് പുറത്തു കൊടുത്തു. നിങ്ങളാണ് ആ സദസ്സിന് മാത്രം. ഞങ്ങളാണെന്ന് വെച്ചാൽ ക്ലാസ് എടുക്കണോ, ക്ലാസ് എടുക്കണാണോ ചെറുപ്പം നോക്കിയില്ല. അത് നമുക്ക് ഇങ്ങോട്ടുണ്ട് ഏറ്റക്കുറിച്ചുണ്ടാവും. പക്ഷെ അവിടെ ഇരിക്കണ സദസ്സിന് ബർക്കത്തുണ്ട്, ആ സദസ്സിന് പുണ്യമുണ്ട്, ആ ഖുർആന്റെ മജ്‌ലിസിന് പുണ്യമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് മാത്രം നിങ്ങൾ ആലോചിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ കൊണ്ട് ചില ആളുകളൊക്കെ ഉയർത്തും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സഹാബിയെ അമീറായി നിശ്ചയിച്ചു. അമീറായി നിശ്ചയിച്ചപ്പോ ഒരു ഗവർണറായി. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ഉംറ ചെയ്യാൻ വേണ്ടി വന്നപ്പോ ഇയാളുടെ മക്കത്ത് റമദാൻ അനുവാദം ചോദിക്കാവുന്ന. അപ്പൊ ചോദിച്ചു, നിങ്ങൾ ആരാണ് അവിടെ ആക്കിയിട്ട് പോന്നിട്ടുണ്ട്? ഒരു ആബിദ എന്ന് പറഞ്ഞ ഒരു മോചിതനായ അടിമ, മൗലയാണ്. ഒരു മോചിതനായ അടിമയൊക്കെ അവിടെ ഇത്രയും ഒരു ഉത്തരവാദിത്തം. ഗവർണർ പറഞ്ഞ ചില ഉത്തരവാദിത്തം ഒരു ഇസ്ലാമിക രാജ്യത്തിന്റെ ഒരു പ്രദേശത്തെ ഗവർണറാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ചില്ലറക്കാരനല്ല, അദ്ദേഹം ഖുർആന്റെ ഹാഫിദാണ്, അനന്തരാവകാശ വിഷയമൊക്കെ ശരിക്കും പഠിച്ചാണ്. അപ്പോഴാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബ് അഖ്വാമൻ, ഈ കിതാബ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളെ ഉയർത്തിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു, ആരായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു? മക്കയിലെ സാധാരണ കാപ്പിരിയായിരുന്നു, ആർക്കും വേണ്ടാത്ത, കണ്ടാൽ ഒരു മനുഷ്യൻ പോലും വില കൊടുക്കാത്ത ആ കറുത്ത മുത്തിനെ ഈ വിശുദ്ധ ഖുർആനാണ് ഉയർത്തിയത്. എവിടേക്ക് ഉയർത്തി ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം വിജയിച്ചടക്കിയ മക്ക ഫതഹിന്റെ അന്ന് ബാങ്ക് കൊടുക്കണം. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശിആറായ പരസ്യമായ ബാങ്ക് മക്കയിൽ മുഴങ്ങാൻ പോവാണ്. സഹാബത്ത് ലക്ഷക്കണക്കിന്, പതിനായിരക്കണക്കിന് സഹാബത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ബാങ്ക് കൊടുക്കാനെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആഗ്രഹിക്കാണ്. ഉമർ റളിയല്ലാഹു അൻഹു സഫിന്റെ മുമ്പ് കയറിക്കാണ്. നബി എന്നെ വിളിച്ചെങ്കിൽ എന്തിന്? ആ കഅബയുടെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കാൻ. നമുക്ക് ഒന്ന് ബാങ്ക് കൊടുക്കാൻ സമയം അങ്ങനെയല്ല. ബാങ്ക് കൊടുക്കുന്ന ആളുകൾക്കുള്ള മഹത്വം റസൂൽ പറഞ്ഞത്, അവരുടെ കഴുത്ത് നീണ്ടവരായിരിക്കും. മാത്രമല്ല, അവന്റെ ശബ്ദമെത്തുന്ന എല്ലാ സ്ഥലങ്ങളിലുള്ള കല്ലുകളും മരങ്ങളും മലക്കുകളും ഒക്കെ അവന് വേണ്ടി പരലോകത്ത് സാക്ഷി പറയും. കാരണം പറഞ്ഞെന്താ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ചില്ലറ വാക്കാണ്. ഞാൻ സാക്ഷിയായിരിക്കും. അവന്റെ സാക്ഷിത്വത്തിന് സാക്ഷി നിൽക്കാൻ ഈ ശബ്ദമെത്തുന്ന എല്ലാ സ്ഥലത്തും. അതുകൊണ്ട് ഏറ്റവും പുണ്യമുള്ള ഇസ്ലാമിക ഇസ്ലാമിന്റെ ഭരണാധികാരി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തുള്ള ആള് പള്ളിയിലെ ഇമാമും മുഅദ്ദിനാണ് ഇസ്ലാമിക ഭരണകൂടത്തില്. നമുക്ക് വല്ലാത്തൊക്കെ ആഗ്രഹിച്ചു പോയി പഠിച്ചാൽ, ഞാൻ എന്നെ ഒന്ന് പ്രവാചകൻ വിളിച്ചത് ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലിനെ വിളിക്കാൻ. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആ സ്ഥാനത്തേക്ക് ഉയർത്തിയത് ആരാണ്? വിശുദ്ധ ഖുർആനാണ്. ആ ബിലാലിന്റെ കാലടി ശബ്ദം ഞാൻ സ്വർഗത്തിൽ കേട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ബിലാലിന്റെ കാലടി ശബ്ദം ഞാൻ സ്വർഗത്തിൽ കേട്ടു. എന്തുകൊണ്ടാണ്? ആ കാപ്പിരിയായ ബിലാൽ റളിയല്ലാഹു അൻഹു ഖുർആൻ ഉയർത്തിയതാണ്. അതേ സമയത്ത് ബൽആം ബിൻ ബഅൂറ എന്ന് പറയുന്ന മനുഷ്യന്റെ ചരിത്രം സൂറത്തുൽ അറാഫിൽ എന്ന് പറയുന്നുണ്ട്. സൂറത്തുൽ അറാഫ് നല്ല ഖുർആൻ പഠിച്ചാണ്, നല്ല പണ്ഡിതനായിരുന്നു അയാൾ. പക്ഷേ തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ദുനിയാവ് കൊതിച്ചുപോയി. അങ്ങനെയല്ല ആൾക്കാർ, നല്ല സംഗതി എല്ലാം അറിയും. പക്ഷെ ഞാനവിടെ പുറത്ത് നിന്നാൽ എനിക്ക് ഇത് കിട്ടില്ല, അത് കിട്ടണമെങ്കിൽ പുറത്ത്, അത് കിട്ടണമെങ്കിൽ അപ്പുറത്ത്, അങ്ങനെ സ്ഥാനത്ത് നോക്കിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല
അവൻ ഭൂമിയിലേക്ക് താഴ്ത്തിയപ്പോ അള്ളാഹുവിനോട് താഴ്ത്തി. ഖുർആനില് കെൽബ് എന്ന് പറഞ്ഞ ഈ മനുഷ്യനെ പറ്റിയാണ്. വെച്ചു അവൻ നായെ പോലെയാണെന്നുള്ളതാണ്. നായെ പോലെ. കാരണം അള്ളാഹു സ്നാനം കൊടുത്ത് കിതാബൊക്കെ പഠിപ്പിച്ച് ഉയർത്തിയിട്ട് പിന്നെ ദുനിയാവ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ബിദായ വന്നിഹായ ഒരു സംഭവം പറയുന്നു. റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ കാലഘട്ടത്തിൽ നടന്നൊരു യുദ്ധം. ആ യുദ്ധത്തിൽ ജൂതന്മാരുമായിട്ടാണ് യുദ്ധം നടക്കുന്നത്. നല്ല ഖുർആനൊക്കെ പഠിച്ച് ഹിഫ്ളുള്ള ആളുണ്ട്. പക്ഷേ യുദ്ധം ചെയ്യാൻ ചെന്ന സ്ഥലത്തെ ഒരു പെണ്ണും ഒരു സ്ത്രീ അവിടെ ശ്രദ്ധയിൽപ്പെടുകയും ഇദ്ദേഹം ആ സ്ത്രീയിൽ ആകർഷനാവുകയും ചെയ്തു. അപ്പൊ പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഇയാൾക്ക് കൂടി അത് കിതാബുണ്ട്. പക്ഷെ ആ പെണ്ണിന് ഷർത്ത് വെച്ചു. എന്താ ഷർത്ത് എന്ന് പറയുന്നത്? നിങ്ങൾ ഇസ്ലാം ഉപേക്ഷിച്ചാലേ നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റും. മനുഷ്യൻ ഇബ്ലീസ് പിടിച്ചു. ആ മനുഷ്യൻ ഇസ്ലാം ഉപേക്ഷിച്ചു. ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റും. കുറെ കാലം സഹാബത്തിന് വലിയ പ്രയാസമുണ്ട്. കാരണം ഖുർആന്റെ ഹാഫിളാണ്. ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയ വ്യക്തിയാണ്. അപ്പോ കുറച്ചു കാലങ്ങൾക്ക് ശേഷം അയാളെ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാൾ കണ്ടുമുട്ടാണ്. മാ ബാന ഖുർആനു, എന്താണ് നിന്റെ ഖുർആന്റെ അവസ്ഥ? അയാൾ പറഞ്ഞ വാചകം, എനിക്ക് നുസീത്തുൽ ഖുർആൻ കുല്ലു, ഖുർആൻ മുഴുവൻ എനിക്ക് മറപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇല്ല ആയത്തൻ വാഹിദത്തൻ, ഒരൊറ്റ ആയത്ത് മാത്രം. അതേതാണ് റുബ്ബമാ യവദ്ദുൽ ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. ഈ ആയത്ത് മാത്രം എനിക്ക് പൂർണ്ണം. എന്തായത്തിന്റെ അർത്ഥം അറിയാം? ചില സന്ദർഭങ്ങളിൽ കാഫിറുകളായ ആളുകൾ അതിയായി കൊതിച്ചു പോകും. ലൗ കാനൂ മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് കാഫിറുകളായ ആളുകൾ കൊതിച്ചു പോകുന്ന രംഗമുണ്ട്. ആ ആയത്ത് മാത്രമേ നിങ്ങൾ ആലോചിച്ചു. അങ്ങനെ കുറെ ആൾക്കാർ ദുനിയാവിന് വേണ്ടി ദീനക്ക് അല്ലാഹുവിനെ കാത്തിരക്ഷിക്കുന്നതാണ്. കാരണം ശൈത്താൻ ഏത് രൂപത്തിൽ സിറാത്തൽ മുസ്തഖീമല്ലേ, സിറാത്ത് മുസ്തഖീമിലാണ് ശൈത്താൻ ഇരിക്കുക, വൈദഗ്ധ്യവരല്ല. സിറാത്ത് മുസ്തഖീമിലാണ് ശൈത്താൻ. ശൈത്താൻ അറിയാം സിറാത്ത് മുസ്തഖീം എവിടെയാണ്. മനുഷ്യന്മാർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, പക്ഷെ ഇബ്ലീസിന് കൺഫ്യൂഷൻ ഇല്ല. ഇബ്ലീസിന് പക്ക സിറാത്ത് മുസ്തഖീം എവിടെ പറഞ്ഞാൽ അവിടെയാണ് ഒരിക്കാം. പല നിലക്ക് ശുബഹാത്തുകളിലൂടെ വരും, ഇല്ലെങ്കിൽ ഷഹവാത്തിലൂടെ. രണ്ട് രീതിയിലാണ് ആളുകൾ തെറ്റിക്കുക. ഒന്ന് ശുബഹാത്തുകളിലൂടെ, അല്ലെങ്കിൽ ഷഹവാത്തിലൂടെ. ശുബഹാത്ത് പറഞ്ഞാൽ ഇതിന് സംശയം ഉണ്ടാകും. എന്താ പായത്താണ്, എന്താ പായത്തീസാണ്, ആ ബുദ്ധിക്ക് വരും, മറ്റേത് ഇതൊക്കെ ശുബഹാത്താണ്. ശുബഹാത്തിലൂടെ തെറ്റിക്കാൻ കഴിയുമെങ്കിൽ ഷഹവാത്ത്, പെണ്ണ്, അധികാരം, പൈസ, ഇത് മൂന്നും ദുനിയാവിന്റെ ഏത് കാര്യം ഇതൊക്കെ ഷഹവാത്താണ്. അധികാരം കിട്ടാൻ തെറ്റി പോവുക, സ്ത്രീകളുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് തെറ്റിദ്ധാരണ. അതുപോലെ തന്നെ പണത്തിലൂടെ തെറ്റി. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ രണ്ട് കാര്യങ്ങൾ തൊട്ടാണ് നിങ്ങൾ അടുക്കരുതെന്ന് പറഞ്ഞു. രണ്ട് കാര്യത്തിൽ തൊട്ടാണ് നിങ്ങൾ അടുക്കരുതെന്ന് പറഞ്ഞു. അടുത്താൽ അപകടം. ഒന്ന് പെണ്ണാണ്, വ്യഭിചാരം. വലാ തഖറബു സിന, നിങ്ങൾ സിനയെ തൊട്ട് അടുക്കാൻ പാടില്ല. സിന ചെയ്യരുതെന്നില്ല, അടുത്താൽ പെട്ടു. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കും. രണ്ടാമത് വലാ തഖറബു മാലൽ യതീം, യതീമിന്റെ പണം. യതീമിന്റെ പണം എന്ന് പറഞ്ഞാൽ വാപ്പ മരിക്കും, ചിലപ്പോൾ കുട്ടികൾ ചെറുതായിരിക്കും. ഓരോ സമ്പത്ത് ചിലപ്പോൾ കാരണന്മാരോ അല്ലെങ്കിൽ വേറെ ആരൊക്കെ കൈകാര്യം ചെയ്യാം. അപ്പൊ യതീമിന്റെ പൈസ നമ്മൾ കയ്യിലുണ്ടാവും. ആ കുട്ടിക്ക് ഇട്ടുകൂട്ട് തിരിയില്ല, ഓന്റെ പൈസ നമ്മൾ കൈകാര്യം ചെയ്യാം. വലാ തഖറബു, പൈസ എടുക്കാൻ പാടില്ല. അത് ഹക്കായ രൂപത്തിൽ മാത്രം ചെലവഴിക്കുക. അപ്പൊ ഈ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ പിന്നെ തിന്മകളിലേക്ക് തെറ്റിപ്പോയിക്കൊണ്ട അവസ്ഥ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അതുകൊണ്ടാണ് വിശ്വാസം പറഞ്ഞത്, ചില ആളുകളെ ഈ കിതാബ് കൊണ്ട് ഉയർത്തും, ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല താഴ്ത്തുകയും ചെയ്യും. അതേപോലെ തന്നെ പിന്നെ വിശുദ്ധ ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെട്ട നാലാമത്തെ കാര്യം ഖുർആനിനോടുള്ള അദബ് നമ്മൾ പാലിക്കണം. ഖുർആനോടുള്ള അദബ് എന്ന് പറഞ്ഞാൽ മുജാഹിദികൾക്ക് പൊതുവെ പിന്നെ ഖുർആനോട് മുസ്ലിമിനൊക്കെ ഒരു പിന്നെ അനാദരവ് നമ്മൾ പറഞ്ഞില്ല, ഒരു ആദരവ് കുറവുണ്ട്. മറ്റവർക്കാണെങ്കിൽ ആദരിച്ച് അവസാനം പൊട്ടിച്ച് റമദാൻ മാത്രം തുറക്കണ കുറച്ച് കൂടിപ്പോയി. അതിന് കാരണം ഒന്നോടുകൂടിയല്ലാതെ മുസ്ലിം തൊടാൻ പാടില്ല. അത് ഖുർആന്റെ പിന്നെ ഖുർആനെ
ആദരിക്കുന്നതിന്റെ ഭാഗമാണ്. ഖുർആൻ ആദരിക്കുക. ഹദീസിൽ ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന സഹീഹ് ഹദീസിൽ കാണാം, വുദൂഓടുകൂടിയില്ലാതെ മുസ്ഹഫ് തൊടാൻ പാടില്ല. അതേപോലെ തന്നെ അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് ഏതായാലും പാടില്ല. ഇനി പിന്നെ ഖുർആൻ ഓതുമ്പോൾ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ഖുർആൻ തൊടുമ്പോൾ മാത്രമല്ല, ഖുർആൻ ഓതുമ്പോൾ ഓതുണ്ടായിരിക്കാം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പറഞ്ഞു, എപ്പോഴും ഒതു ഉണ്ടായിരിക്കൽ പ്രവാചകന്റെ പ്രബലമായ സുന്നത്ത്. റമദാനിൽ നമ്മൾ പാലിക്കാൻ ശ്രദ്ധിക്കാം, എപ്പോഴും എടുക്കാം. അപ്പൊ പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു, ഞാൻ നേരത്തെ പറഞ്ഞു, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലടി സ്വർഗത്തിൽ കേട്ടെന്ന് പറഞ്ഞല്ലോ. പിന്നെ മെഹറാജിന് പോയി വന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നത്, ബിലാലെ നിന്റെ കാൽപാദം ഞാൻ സ്വർഗത്തിൽ കേട്ടു, എന്താ അതിന് കാരണം? ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പ്രത്യേകിച്ച് അമലൊന്നും ചെയ്യുന്ന നിന്നെ എപ്പോൾ കൊടുത്താലും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. അത് നമ്മൾ റമദാനിൽ പാലിക്കേണ്ട കാര്യം. റമദാൻ ഒരുപാട് സുന്നത്ത് വർദ്ധിപ്പിക്കാണ്. ഇപ്പൊ പിന്നെ സുബഹിന്റെ മുമ്പ് 2 റക്അത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. ദുഹറിന് മുമ്പ് 4 റക്അത്ത്, ദുഹറിന് ശേഷം 4 റക്അത്ത്. അപ്പൊ ഒരാൾ ശ്രദ്ധിക്കരുത്. ദുഹറിന് മുമ്പ് 4 റക്അത്തുണ്ട്, ദുഹറിന് ശേഷം 4 റക്അത്തുണ്ട്, അസറിന് മുമ്പ് 4 റക്അത്തുണ്ട്, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ഏത് ബാങ്കിന്റെയും ഇഖാമത്തിനും 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്, മഗ്‌രിബിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്, ഇശാക്ക് ശേഷം 2 റക്അത്ത്. ഇതല്ലാത്ത പിന്നെ സമയം വിരോധിക്കപ്പെട്ട 3 സമയങ്ങളിലല്ലാതെ ഏത് സമയങ്ങളും എത്ര സുന്നത്തുകൾ വേണമെങ്കിൽ നമസ്കരിക്കാം. വിരോധിക്കപ്പെട്ട സംസ്കാരം എന്ന് പറഞ്ഞാൽ, ഒന്ന് സുബഹിന്റെ ശേഷം സൂര്യോദയം വരുന്ന സമയം, രണ്ടാമത് സൂര്യൻ നേർക്ക് നേരെ അഥവാ ളുഹർ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു 15 മിനിറ്റ് മുമ്പ്, പിന്നെ ളുഹർ ബാങ്ക് കൊടുക്കാൻ നമസ്കരിക്കാൻ പാടില്ല. നഫിലെ സബബുണ്ടെങ്കിൽ പറ്റും, കാരണങ്ങളിൽ പറ്റും, ഒരു കാരണമില്ലാതെ നമസ്കരിക്കാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് നസറിന് ശേഷം മഗ്‌രിബിന്റെ ശരിവരുന്ന സമയം. അതല്ലാതെ ഇപ്പൊ രാത്രി ഒരാൾക്ക് 11 മണിക്ക് വെച്ചിട്ട് 2 റക്അത്ത് നിസ്കരിക്കണം തോന്നാണ്, നിസ്കരിക്കാൻ കുഴപ്പമില്ല, സുന്നത്ത് നിസ്കാരം. അതേപോലെ തന്നെ ജുമുഅക്ക് നേരത്തെ വരിക, ജുമുഅക്ക് നേരത്തെ വന്ന് ഇമാമിനോട് അടുത്ത് നിന്ന് അവൻ എത്രയാണോ കഴിയുക അത്ര നിസ്കരിക്കാം. 20 റക്അത്ത് നിസ്കരിച്ച സഹാബത്തുണ്ട്. നമുക്ക് ആ സുന്നത്ത് തന്നെ അറിയാം. നമ്മളതിനെപ്പോഴും സാധാരണ മസ്ജിദ് ദജ്ജാലിനെ പിടിച്ച വരികയെന്നാണ് പറയാ. മസ്ജിദ് ദജ്ജാൽ സലാം പൊട്ടിന് അവസാനത്തിന് മുമ്പുള്ള മസ്ജിദ് ദജ്ജാലാണല്ലോ. മസ്ജിദ് ദജ്ജാലിനെ പിടിച്ചാൽ വരുന്ന സാധാരണ പറയാം. എന്നാലും സലാം പൊട്ടോ നിലത്ത് പോകുന്നിട്ട് പ്രത്യേകിച്ച് വലിയ റമദാനിലൊക്കെ ജുമാ കുറച്ച് നേരത്തെ വരും, ആണുങ്ങളും പെണ്ണുങ്ങളും. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് എത്രയും 2 റക്അത്ത് നിസ്കരിക്കും. 20 റക്അത്ത് നിസ്കരിച്ച സഹാബത്തുണ്ട്. സുന്നത്ത് റമദാനിൽ പ്രത്യേകം പാലിക്കാൻ ശ്രദ്ധിക്കാം. ഞാൻ പറഞ്ഞത് വെച്ചാൽ ഖുർആനിനോടുള്ള അദബുണ്ട്. മുസ്ഹഫ് ഖുർആൻ പിന്നെ ഉദുവോടുകൂടി തൊടുക, അതുപോലെ തന്നെ പാരായണം ചെയ്യുമ്പോൾ ഉദു ഉണ്ടാക്കുക, ഇസ്തിആദ നടത്തുക. പിന്നെ വിശുദ്ധ ഖുർആനിൽ ഓതുമ്പോൾ സ്വർഗത്തെ സംബന്ധിച്ച ആയത്തുകൾ വന്നാൽ നിർത്തിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തിൽ ദീർഘമായി പാരായണം ചെയ്യും. ഇപ്പൊ സ്വർഗത്തിന്റെ ആയത്തിൽ വന്നാൽ പ്രവാചകൻ വഖഫ ثم سأل الله الجنة എന്നിട്ട് അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കും. നരകത്തിന്റെ ആയത്തുകൾ വന്നാൽ പ്രവാചകനോട് നിർത്തും, എന്നിട്ട് അല്ലാഹുവിനോട് നരകത്തിന് കാവലിനെ ചോദിക്കും. പിന്നെ ആദ്യത്തെ സ്വർഗത്തെ പറ്റി ആയത്ത് നമുക്ക് മനസ്സിലാണ്. ഖുർആൻ കുറച്ചൊക്കെ വായിക്കണം, മനസ്സിലാക്കണം. ഇതൊക്കെ ഖുർആനുള്ള അദബിന്റെ കാര്യം. അതുപോലെ തന്നെ ഖുർആനെ സംബന്ധിച്ച് ചിന്തിക്കുക, പഠിക്കുക. ഖുർആൻ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഖുർആനെ പറ്റി ചിന്തിക്കാത്തത്? ഖുർആൻ ഇതിനിറക്കിയതാണ്. പാരായണം മാത്രത്തിനല്ല ഖുർആൻ പഠിക്കുക. ലോകത്ത് ഖുർആൻ പഠിച്ചിട്ടാണ് ആളുകൾ മാറിയിട്ടുള്ളത്. എത്ര ആളുകൾ ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിച്ചത് കൊണ്ടാണ് ആളുകൾ മാറിയിട്ടുള്ളൂ, അല്ലാതെ ആരും മാറിയിട്ടില്ല. ഖുർആൻ കാരണം ഖുർആൻ ഒരു മനുഷ്യനെ സംബന്ധിച്ച് പഠിച്ചാലും തീരാത്ത അത്രയും വലിയ ആഴമാണ് ഖുർആൻ. അതുകൊണ്ടാണ് അല്ലാഹുവേ എനിക്ക് നീ ഇൽമ വർദ്ധിപ്പിച്ചുകൊണ്ടായെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പ്രവാചകർ പഠിപ്പിച്ചത്. പറഞ്ഞു ആദ്യത്തെ വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞ എന്ത് ഒരു കാര്യവും വർധനവിന് വേണ്ടി അള്ളാഹുവിനോട് പ്രവാചകനോട് ചോദിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞിട്ടില്ല. ഇൽമ മാത്രമാണ്, അങ്ങനെ അറ്റല്ല. മരിക്കുമ്പോഴും പഠിച്ചാലും ഇൽമ തീരില്ല. നമ്മളൊക്കെ എന്താ വിചാരിച്ച്, എനിക്കിപ്പോ ഞാൻ 65 വയസ്സായി, ഞാൻ പഠിക്കാൻ. ഈ പഠിക്കാനെന്ന് പറഞ്ഞ ആളുകളെല്ലാം പഠിച്ചിട്ടുണ്ടോ? 65 കൊല്ലത്തിനടുക്ക് അവൻ പഠിച്ചിട്ടുണ്ടാവും.
നിസ്കാരത്തിൽ ദുആഉൽ ഇസ്തിഫ്താഹ് 2-3 തരങ്ങളുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. അതിൽ നിസ്കാരത്തിന്റെ പ്രാർത്ഥനകളും അതിന്റെ ദിക്റുകളും പോലും പൂർണ്ണമായിട്ട് കൊടുത്തു. മയ്യത്ത് നിസ്കാരം തന്നെ, മയ്യത്ത് നിസ്കാരത്തിൽ ഉള്ള പ്രാർത്ഥനകൾ കാണാതെ അറിയുന്ന എത്ര ആൾക്കാരുണ്ടാവും. ആരെ ആക്ഷേപിക്കാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ ദീനിന്റെ ഇൽമിന്റെ വിഷയം വളരെ വൈഫാണ്, വളരെ പൂറാണ്. നമ്മൾ പഠിക്കണം. ഇതൊക്കെ അവസരം റമദാനിലെ ഇൽമ് നേടാനുള്ള അവസരങ്ങളും പിന്നെ നമുക്കുണ്ടാകണം എന്ന് മനസ്സിലാക്കും. പിന്നെ 5-ാമത്തെ കാര്യം എന്താ വെച്ചാൽ ഖുർആൻ അനുസരിച്ചുകൊണ്ട് നമ്മൾ അമൽ ചെയ്യണം. നമ്മുടെ സ്വഭാവം ഖുർആനായിരിക്കണം, നമ്മുടെ നിസ്കാരം ഖുർആൻ പറഞ്ഞ പോലെ ആയിരിക്കണം. നമസ്കാരം, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വിശുദ്ധ ഖുർആനിൽ യോജിക്കുക. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ കാന ഖുൽഖുഹു അൽ ഖുർആൻ. നമ്മളിങ്ങനെ പോലെ പിന്നെ സ്വഭാവത്തെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെ ആയതൊന്നുണ്ടാവും, പക്ഷെ ഇറങ്ങിയിട്ടാണ്. അതുകൊണ്ട് ഖവാരിജികളെ പറ്റിയ റസൂലുള്ളാഹി പറഞ്ഞു, യഖറഊനൽ ഖുർആൻ യഹ്ബിസൂനഹു അന്നഹും വഹു അലൈഹിം ലാ തജാവസു സ്വലാത്തുഹും വതറാഖിഹിം യംറുഖൂന ബിസ്ലാം കമാ യംറുഖു സഹ്മു റമിയ. അവരിങ്ങനെ റസൂലുള്ളാഹി സഹാബത്തെ പറ്റിയൊക്കെ പറയാം. റസൂൽ പറയാം, നിങ്ങളുടെ ഖുർആനോത്തും ഖവാരിജികളുടെ ഖുർആനോത്തും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഖുർആനോത്തും ഒന്നുമല്ല. നിങ്ങളുടെ നിസ്കാരവും ഖവാരിജികളുടെ നിസ്കാരം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നിസ്കാരം ഒന്നുമല്ല. നിങ്ങളുടെ സുന്നത്ത് നോമ്പ് അവരുടെ സുന്നത്ത് നോമ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇഷ്ടംപോലെ ഖുർആൻ രാത്രി നല്ലോണം നിസ്കരിക്കും, പക്ഷേ ഇവിടുന്നുണ്ടാകും തൊണ്ടക്കൊയിന്ന് ഇറങ്ങില്ല. അമലില്ല. അമലെന്ന് പറഞ്ഞാൽ വിശ്വാസം കഴിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഖുൽഖുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ എന്തൊക്കെ സൽസ്വഭാവങ്ങളുണ്ടോ അതൊക്കെ റസൂലുള്ളാഹിന്റെ ജീവിതത്തിലുണ്ട്. എന്തൊക്കെ ദുസ്വഭാവങ്ങളുണ്ടോ അതൊന്നും റസൂലുള്ളാഹിന്റെ ജീവിതത്തിലില്ല. നമ്മുടെ ഇബാദത്തും അങ്ങനെ തന്നെ ആയിരിക്കണം. ഖുർആനിൽ നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? ഖുർആൻ നിസ്കരിക്കണം എവിടെയില്ല. സല്ലു എന്നുള്ള പ്രയോഗം സ്വലാത്തെല്ലാം പറ്റില്ല. അവിടെ മാത്രമേ സല്ലു എന്നുള്ളൂ. അത് നിസ്കരിക്കാന്നില്ല, സ്വലാത്തെല്ലാം. ഇഖാമത്തു സ്വലാത്ത് 27 ഇരട്ടി കൂടിയാണ്. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ ഈ 27 കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ജമാഅത്ത് നിസ്കരിച്ച് 20 ഇരട്ടി കൂടിയാണ് ഒറ്റയ്ക്ക് നിസ്കരിക്കും. ഇഖാമത്തു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ വുളൂ ശരിയാകണം, അവന്റെ നിസ്കാരം ശരിയാകണം, അവന്റെ ഡ്രസ്സ് ശരിയാകണം, അവന്റെ നിയ്യത്ത് ശരിയാകണം, അവന്റെ പിന്നെ കർമ്മങ്ങൾ ശരിയാകണം, ഒക്കെ ശരിയാകണം. നമ്മൾ പള്ളിക്ക് നിസ്കരിക്കാൻ വരുന്നത് എങ്ങനെ? മെസ്സി, റൊണാൾഡോ, വേറെ എന്തെങ്കിലും അള്ളാന്റെ നിർദ്ദേശം, ഖുർആന്റെ നിർദ്ദേശം, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ അലങ്കാരങ്ങൾ സ്വീകരിക്കണം. അള്ളാഹു കാഫിറുകളെ ഇഷ്ടപ്പെടുന്നവരല്ല. നമ്മൾ അള്ളാന്റെ മുമ്പ് വരിക. മെസ്സി കാഫിറാണ്, മുമ്പിനാ. മെസ്സി ഞാൻ പറഞ്ഞത് ഫുട്ബോൾ വരാം, ദീനാണ്. അള്ളാഹു ഒരിക്കലും അവനെ ഇഷ്ടപ്പെടുന്നവരല്ല എന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ മുമ്പ് നിസ്കരിക്കാൻ വരുമ്പോ അവന്റെ ബാക്കിൽ കാഫിറുണ്ട്, അള്ളാഹ് ഇഷ്ടമല്ലാത്തവന്റെ ചിഹ്നം, അവന്റെ പേര് അങ്ങനെ ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുണ്ടാവും. നമുക്ക് കണ്ണ് കണ്ടുകൂടാത്ത ഇഷ്ടമില്ലാത്ത ഒരു മനുഷ്യന്റെ നമ്മൾ കാര്യം സംസാരിക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സ് പോലെ മറ്റവന്റെ പേര് തിരിച്ചാണ് എന്റെ പണിയൊക്കെ പോകാൻ അള്ളാന്റെ മുമ്പ് വരികയാണ്. ഇതൊക്കെ ഖുർആനിലെ രസം, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതാണ്. അതേപോലെ തന്നെയാണ് ഇഖാമത്തു സ്വലാത്ത്. പെണ്ണുങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. റമദാൻ മാസത്തിലൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കും. പക്ഷെ എപ്പോഴാണ് നിസ്കരിക്കല്? പിന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? അസ്സലാത്തു അലാ വഖതിഹാ, നിസ്കാരം അതിന്റെ കറക്റ്റ് സമയത്ത് നിസ്കരിക്കുക. അത് ആണിനും ബാധകമാണ്, പെണ്ണിനും ബാധകമാണ്. പെണ്ണുങ്ങളും ആണുങ്ങളും വ്യത്യാസമാകുന്ന വളരെ കുറഞ്ഞ നിയമങ്ങൾ ഇസ്ലാമിലുള്ളൂ. നിസ്കാരം അവർക്ക് ജമാഅത്ത് നിർബന്ധമല്ല, നിസ്കാരം നിർബന്ധമാണ്. എന്തുകൊണ്ടാണ് ജമാഅത്ത് നിർബന്ധമില്ലാത്തത്? അള്ളാഹുടെ കാരുണ്യം കാണിച്ചാൽ ജുമയും ജമാഅത്തും നമുക്ക് നിർബന്ധമില്ലാത്ത പെണ്ണുങ്ങളോട് അള്ളാഹ് കാരുണ്യം കാണിച്ചാൽ അതായത് പെണ്ണുങ്ങളെ സീഡാക്കിയതല്ല. ചിലക്കാർ പറഞ്ഞു, ഓ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും ബാധകം. ബാങ്ക് കൊടുക്കാനും ഇഖാമത്തിൽ ബാങ്ക് കൊടുക്കാനും ഖുത്ബ പറയാനും പെണ്ണുങ്ങളെ പള്ളിയിൽ ഇമാമാക്കിയെങ്കിൽ ഒരാഴ്ച വേറെ ആളാക്കേണ്ടി വരും. അതുകൊണ്ട് പെണ്ണുങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കരുണ കാണിച്ചതാണത്. അത് അവർക്ക് നിർത്തിയ ഇളവാണിത്. ആ ഇളവ് നമ്മൾ വിളവാക്കാൻ പാടില്ല. ഇളവുണ്ട്, വളവുണ്ട്. നമ്മളെ കോമനുണ്ട്. പക്ഷെ ഇളവൊക്കെ നമുക്കൊരു വിളവാക്കും. അത് പാടില്ല. കറക്റ്റ് സമയത്ത് ആള് നിസ്കരിക്കണം, പെണ്ണ് നിസ്കരിക്കണം. പെണ്ണുങ്ങൾക്ക് പള്ളി വരാം,
റമദാൻ മാസം മാത്രമല്ല, കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഫജ്രി മുതലഫിആത ബിമുറൂതിഹിന്ന വയൻസരിഫന വലാ യഅരിഫൂന അഹദൻ മിനൽ ഗലസ്. ഇമാം ബുഖാരി തിരിച്ചറിയിച്ച റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പെണ്ണുങ്ങള് സുബൈ ജമാഅത്തിന് വരെ പള്ളിയിൽ വന്നിരുന്നു. എന്നിട്ട് അവർ നിസ്കാരം കഴിഞ്ഞ് വേഗം പിരിഞ്ഞു പോകും. വലാ യഅരിഫൂന അഹദൻ മിനൽ ഗലസ്. ഇരുട്ട് കാരണം അവരാരും തിരിച്ചറിഞ്ഞിരുന്നില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തർക്ക, പെണ്ണുങ്ങൾ പള്ളി വരാം, പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ പള്ളി വരാൻ പറ്റില്ല, പിന്നെ ജാറം കൂടാൻ വരാം, പള്ളി ഉദ്ഘാടനത്തിന് വരാം, സംഭാവന എടുക്കാൻ വരാം, മുതേരെ കാണാൻ വരാം, മന്ത്രി ചൂടാൻ വരാം, എല്ലാത്തിനും പെണ്ണുങ്ങൾ പള്ളി വരാം. ഉദ്ഘാടനത്തിന് സ്പെഷ്യൽ സന്ദർശനം, ഉദ്ഘാടനം കഴിഞ്ഞ പിന്നെ ഹറാം. ജാറത്തിലോ വെൽക്കം. കാരണം പെണ്ണുങ്ങൾ വന്നാലേ ജാറം മുന്നോട്ട് കൊള്ളു. ആണുങ്ങൾ കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ പിന്നെ ആലോചിച്ചിട്ടേ കൊടുക്കുള്ളൂ. എത്ര ഉണ്ടെങ്കിലും പോകാൻ അധ്വാനിച്ചാണ്. പെണ്ണുങ്ങളങ്ങനെ ഇറങ്ങിയാണ് കൊടുക്കല്ലേ. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് പള്ളി വരാൻ ഒരു കുഴപ്പമില്ല, പക്ഷെ നിർബന്ധമൊന്നുമില്ല. നിർബന്ധമല്ല. പള്ളി വന്ന് നടക്കണ കൂലിയിട്ടും ഒക്കെ കിട്ടും. ഇതൊക്കെ പരിശുദ്ധ ഖുർആന്റെ പിന്നെ നിർദ്ദേശങ്ങളിൽപ്പെട്ട് തന്നെയാണ്. അതുപോലെ നമ്മുടെ വസ്ത്രധാരണം ഇസ്ലാമിലെ പിന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞല്ലേ. അപ്പൊ ഖുർആൻ നമ്മള് ഹൃദയത്തിൽ അതിനെ അമലാക്കലും ഖുർആനിന്റെ ബാധ്യത. ഇവിടെ ഖുർആൻ ഇങ്ങനെ ഓതുന്നുണ്ട്, പക്ഷെ ഓതുമ്പോ തന്നെ തല തട്ടുണ്ടാവില്ല. അപ്പൊ തന്നെ ഇനി മാത്രം ഈ റമദാൻ മാസങ്ങൾ അങ്ങാടിക്ക് ഇറങ്ങിയിരിക്കണം. ഈ തലപ്പാറ അങ്ങാടിയിലൊക്കെ ഉപയോഗിക്കും. നോമ്പ് വെച്ചിട്ടുണ്ട പക്ഷെ പെണ്ണുങ്ങൾ ഇത്ര പോകുന്ന ഡ്രസ്സും തലയെ തട്ടുണ്ട്. എന്ത് ഖുർആനാണ്! എന്തിനാണ് പിന്നെ ആ പെണ്ണുങ്ങൾ വെറുതെ നോമ്പ് വെക്കണത്? എന്തിനാ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് അവരുടെ തീന്നാൻ പറഞ്ഞിട്ട് ആ കുറച്ച് ആൾക്കാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അവർ സ്വന്തം ഭർത്താവിന്റെ അടുക്കൽ മാത്രമേ പൂർണ്ണമായി ശരീരം കാണിക്കാൻ പാടുള്ളൂ. അതല്ലാത്തടത്ത് അവിടെ നമ്മൾ പിന്നെ ഉണ്ടാക്കുന്ന കൈയിന്റെ വിടലും അതുപോലെ തന്നെ കഴുത്തും മുടിയും അല്ലാത്ത ഭാഗം കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വീട്ടിനുള്ളിൽ പാലിക്കേണ്ട അതേപോലെ സുഹൃത്തു നൂറിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുൽ പെണ്ണുങ്ങൾ പ്രത്യേകം പഠിക്കേണ്ട സുഹൃത്താണ് സുഹൃത്ത് നൂറ് അഹ്സാബൊക്കെ. ഇതൊക്കെ പെണ്ണുങ്ങളുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടുതൽ പഠിപ്പിക്കുന്ന സുഹൃത്തുക്കളാണ്. അതുകൊണ്ടാണ് ചില ഹദീസിൽ കാണുന്നത് പെണ്ണുങ്ങളെ 100 അഹ്സാബൊക്കെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള അധ്യായങ്ങളാണ്. പറഞ്ഞാൽ പെണ്ണുങ്ങളുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരുപാട് ഖുർആനുണ്ട്. അനന്തരാവകാശത്തിന്റെ വിഷയം ഖുർആനുണ്ട്. സ്വഭാവവുമായി കൊണ്ട് ബന്ധപ്പെട്ട സ്വഭാവങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി ഏറ്റവും കൂടുതൽ പറഞ്ഞ വിശേഷണം അല്ലാഹു റഊഫാണ് റഹീമാണ്. എന്തിനാണ് പണ്ഡിതന്മാർ അല്ലാഹു റഊഫാണ് ഒരട്ടം പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അല്ലാഹു റഊഫാണ് ഒറ്റ ആയത്തിണ്ടായിട്ട് നമുക്ക് മനസ്സിലാവുന്ന റഊഫാണ്. പിന്നെ എന്തിനാ ആവർത്തിച്ച് പറഞ്ഞെന്നറിയാം? അള്ളാഹുവിന്റെ ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നിങ്ങൾ ഭൂമിയിലുള്ളവർ കരുണ കാണിക്കണം, ആകാശത്തിലുള്ള നിങ്ങളുടെ കരുണ കാണിക്കും. അപ്പൊ അള്ളാഹുവിന്റെ എന്തൊക്കെ വിശേഷങ്ങളുണ്ടോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഖുർആൻ എന്നാണ്. ഖുർആന്റെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നിസ്കാരത്തിന്റെ വിഷയം, വസ്ത്രത്തിന്റെ വിഷയം, സ്വഭാവത്തിന്റെ വിഷയം, സമ്പത്തിന്റെ വിഷയം. നിങ്ങൾ പലിശ പൂർണ്ണമായി നിങ്ങൾ ഒഴിവാക്കണം. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നമ്മുടെ കൗമിന് ലോൺ എടുക്കാൻ വല്ല മടിയുണ്ട്. നമ്മളാ ചങ്ങായി 5 ആളെ കൊന്ന ചങ്ങായി ബാബു പറഞ്ഞിട്ടില്ല. എന്താ അതിന് കാരണം? സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാകാൻ എന്താ? ലോൺ എടുത്തു. മതിലെന്നാക്കാൻ ലോണ്, പിന്നെ ഷീറ്റ് എന്നാക്കാൻ ലോണ്, അതുപോലെ തന്നെ കാറിനോ എല്ലാം ലോൺ ഹറാമിലാണെന്ന് മുങ്ങിക്കുടിച്ചിരിക്കും. ഒരു പ്രശ്നമില്ല. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്കൊക്കെ അനങ്ങിയാ ലോൺ എടുക്കുക, പണയം വെക്കുക, ലോൺ എടുക്കുക. ഹറാമുക്ക് പോകാൻ ഒരു മടിയില്ല. ഇതിന് വൈലം ഇത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും അവന്റെ പ്രവാചകന്റെ അടുക്കൽ നിന്നും നിങ്ങൾക്കുള്ള യുദ്ധപ്രഖ്യാപനം നിങ്ങൾ അനുഭവിച്ചു. യുദ്ധപ്രഖ്യാപിച്ചു പരിശീലനപ്പെടുന്ന നല്ലോണം ശ്രദ്ധിക്കണം. സാമ്പത്തികമായി കൊണ്ട് അള്ള പരീക്ഷിക്കും, അള്ളാഹുവിനെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ എപ്പോഴും പ്രാർത്ഥിക്കണം. അള്ളാഹുവെ കുഫറിൽ നിന്നും ഫഖറിൽ നിന്നും പരമദാരിദ്ര്യാവസ്ഥയിൽ നിന്നും കുഫറിൽ നിന്നും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇത് രണ്ടും ബന്ധമുണ്ട്. കാരണം ദാരിദ്ര്യം ഒരു മനുഷ്യനെ കുഫറിലേക്ക് നയിക്കും. ദാരിദ്ര്യം ഒരു മനുഷ്യനെ കുഫറിലേക്ക് നയിക്കും. കാരണം സാമ്പത്തിക പ്രയാസം വന്നാൽ അപ്പോൾ ജീവന് പോലെയാണ്. എത്ര മുസ്ലിം ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ ക്രിസ്ത്യാനികൾ മുതലാക്കണതാണല്ലോ.
ഒരാദർശം പറഞ്ഞിട്ട് ആളുകളെ ദീൻ കയറ്റാൻ പറ്റില്ല. നമുക്ക് ഇതിനുള്ള പൈസ കൊടുത്തിട്ട് ആളെ കയറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് ദീൻ പറഞ്ഞാൽ മതി. പക്ഷെ ഓലെ സംബന്ധിച്ച ത്രിയേകത്തിന് ഓൽക്കുന്നില്ല. 3 1 1 3 ഇതെന്താ സാധനം? അതുകൊണ്ട് ഈ ബ്രിട്ടീഷുകാരെ ഭരിച്ചിന്റെ കാലത്ത് 3 ഉറുപ്പിന്റെ നാണയം ഉണ്ടായി. 5 ഉറുപ്പിന്റെ നാണയം പോലെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിട്ട് കലോറി ദൈവത്തിന്റെ ഭാഗമായിട്ട് 3 ഉറുപ്പിന്റെ നാണയം. അപ്പൊ നിങ്ങൾ ആളോട് ചോദിക്കും, ഇത് എത്ര രൂപയാണ്? 3 രൂപ. ഇത് എത്ര കോയിനാണ്? 1 രൂപ. 1 3 3 1. ഇതുപോലെയാണ് ത്രിയേകത്വം. ദൈവം 3 എന്നാൽ 1, എന്നാൽ ദൈവം 1 എന്നാൽ 3. ഇങ്ങനെ ഇടങ്ങേറ് പിടിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആദർശമാണ്. അതിന് ആ ആദർശം പറഞ്ഞ ആൾക്ക് മനസ്സിലാവില്ല, ഞോർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഒരു അരിയും പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ കൊടുത്തിട്ട് ആളുകൾ പുറത്ത് കയറ്റുക. ഇത് ഇസ്ലാമിന്റെ ആവശ്യമില്ല. കാരണം അതുകൊണ്ടാണ് ദരിദ്ര ഈ രാഷ്ട്രങ്ങളിലൊക്കെ ഇവര് പോയിട്ട് മിഷണറി പ്രവർത്തനങ്ങൾ നടത്തും, ഈ വകവര പ്രദേശങ്ങളൊക്കെ. അതിന്റെ ആവശ്യം ഇസ്ലാമിന്റെ ആദർശം പറഞ്ഞെടുത്താൽ മതി. ഈ ദാരിദ്ര്യത്തിലൂടെ ഇസ്ലാമിന് പുറത്തു പോകുന്ന അവസ്ഥ അതൊന്നും എന്നെ കാത്തിരക്ഷിച്ചിട്ട് നമ്മളെപ്പോഴും പ്രാർത്ഥി ദാരിദ്ര്യത്തിന് കാവലിനെ ചോദിക്കണം. അതേപോലെ തന്നെ കടബാധിതരുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചു, അല്ലാഹുമ്മ ബിഫദ്ലിക അല്ലാഹുമ്മ ഖ്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നി ബിഫദ്ലിക അമ്മൻ സിവാക. ഈ പ്രാർത്ഥന എല്ലാവരും കാണാൻ പഠിക്കും. അത്ഭുതകരമായ പ്രാർത്ഥനയാണ്. അത്ഭുതകരമായ പ്രാർത്ഥന. അല്ലാഹുമ്മ ഖ്ഫിനി ബിഹലാലിക അൻ ഹറാമിക. അല്ലാഹുവേ, എനിക്ക് നീ ഹലാലാക്കിയ കാര്യങ്ങൾ കൊണ്ട് നീ എനിക്ക് മതിയാക്കണം. നീ എനിക്ക് ഹറാമാക്കിയ കാര്യത്തിലേക്ക് പോകാതെ എനിക്ക് നീ ഹലാല് കൊണ്ട് മതിയാക്കണം. ഹലാല് മതിയാകത്തപ്പോഴല്ലേ ഹറാമുക്ക് പോകുന്ന ആൾക്കാർ അല്ലേ? എപ്പോഴാ ലോൺ എടുക്കുന്നത്? ഒരു ഹലാല പൈസ ഇല്ലാത്തോണ്ടല്ലേ? പടച്ചോനെ, എന്ത് ചോദിക്കുകയാണെങ്കിലും നിന്നോട് ചോദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. ആൾക്കാർ ചോദിക്കുന്ന അവസ്ഥ എനിക്ക് ഉണ്ടാക്കരുത്. ഇത് അത്ഭുതകരം. റസൂൽ പറയും, ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഒരു എത്ര കടമുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വീടാനാണ് സഹായിക്കുന്നത്. പ്രാർത്ഥിച്ചു. നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളുള്ള പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ പറഞ്ഞ ഹഖാക്ക് ബോധ്യപ്പെട്ട സന്ദർഭങ്ങളുണ്ട് ഈ പ്രാർത്ഥന. അപ്പൊ അതൊക്കെ ഖുർആനുമായിട്ട് ഖുർആന്റെ അമലാക്കുന്നു. സമ്പത്തിന്റെ രംഗത്താണെങ്കിലും വസ്തുതാന്റെ ലൈംഗിക രംഗത്താണെങ്കിലും സിനിയിലേക്ക് പോകാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് എന്താ അവസ്ഥ? കസിനാണ്. കസിൻ എന്ന് പറഞ്ഞാൽ ഓന്റെ ആങ്ങളെ എന്നാ പറയാ. എളാപ്പൻകുട്ടി മുത്താപ്പൻകുട്ടി ആയിരിക്കും. കസിനാണ്. എങ്ങനെയാണ് ഈ കസിന് മെഹറമല്ലാതാകുന്നത്? അവ മെഹറമാണോ? വിവാഹബന്ധം അനുവദിക്കപ്പെട്ട ആളുകളെല്ലാം ഒരു പെണ്ണിന് ഹറാമാണ്. ഒരു അന്യ പുരുഷനെ പോലെ തന്നെയാണ് നിൽക്കേണ്ടത്. അന്യ പുരുഷനെ പോലെ തന്നെ നിൽക്കേണ്ടത്. ഇന്നിപ്പോ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കുന്നതും സ്കൂൾ കൊണ്ടാക്കുന്നതും ഓന്റെ കസിനാണെന്ന് പറയാം. നമ്മളെ കോപ്പിലെടുക്കണം കസിൻസ്. എങ്ങനെയാണ് കസിന് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മെഹറമാകുക? അവന്റെ സ്വന്തം ബാപ്പ, സ്വന്തം ആങ്ങള, അല്ലെങ്കിൽ ഭർത്താവിന്റെ ഉമ്മ ബാപ്പ, അങ്ങനത്തെ പിന്നെ ജേഷ്ഠന്മാര്, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ബാപ്പാന്റെ സഹോദരന്മാർ. ബാപ്പാന്റെ സഹോദരന്മാരെ പെണ്ണിനെ സംബന്ധിച്ച് മെഹറമാണ്. പക്ഷെ ബാപ്പാന്റെ സഹോദരന്റെ മകൻ മെഹറമല്ല. ശരിക്കും ശ്രദ്ധിക്കുക. എളാപ്പ മെഹറമാണ്. പക്ഷെ എളാപ്പാന്റെ മോനെന്തല്ല? മെഹറമല്ല. എളാപ്പാന്റെ മോനെ കല്യാണം കഴിക്കാൻ ശമ്പളം ഒക്കെ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഇപ്പൊ നടക്കുന്ന പഠനം, കേരളത്തിൽ നടന്ന പഠനം എന്താ അറിയാം? ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് എവിടുന്ന അറിയാം? റോട്ടുമെന്നല്ല, സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ നിന്ന്. സ്വന്തം ആങ്ങളാരും പെങ്ങന്മാരും ഒക്കെ. ഒന്ന് ലഹരിയാണ് കാരണം. രണ്ടാമത്തേതാണ് മനുഷ്യനില്ലേ ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അവസാനിപ്പിക്കുക. പണ്ഡിതന്മാർ എന്താ വെച്ചാൽ, സൂറത്ത് ഇബ്രാഹിം നിങ്ങൾ വായിച്ചു. സൂറത്ത് ഇബ്രാഹിമിന്റെ സൂറത്ത് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അനുഭവിച്ച ത്യാഗങ്ങൾ എത്രയാണ്. ചെറിയ പ്രായത്തിൽ തന്നെ വാപ്പാനെ പിരിഞ്ഞാലും അല്ലേ? പൊട്ടക്കറ്റി പോയി. എന്നിട്ട് അടിമയാക്കപ്പെട്ടു, അങ്ങാടി വിൽക്കപ്പെട്ടു. നിങ്ങൾ ആലോചിച്ചു, ഒരു പിഞ്ചോമന പൈതൽ അങ്ങാടി കൊണ്ട് വിൽക്കാൻ. എന്നിട്ട് അവിടെ പിന്നെ ഒരു കൊട്ടാരത്തിലേക്ക് എത്താൻ, അവിടെ പണിയെടുക്കാൻ, എന്നിട്ട് പെണ്ണ് വശീകരിക്കാൻ, ഇതിന് അനാവശ്യമായി കൊണ്ട് ജയിലിൽ കിടക്കാൻ, കുറെ കാലം ജയിലിൽ കിടക്കാൻ, എന്നിട്ട് പിന്നെ കുറ്റം ആരോപിക്കപ്പെട്ട് രാജാവിന്റെ മുമ്പിൽ വരികയാണ്. എന്നിട്ട് അവിടെ വാദപ്രവം നടത്തി പിന്നെ തെളിയിക്കപ്പെടാൻ എന്തൊക്കെ പ്രയാസങ്ങൾ. പക്ഷെ ഉലമാക്കൾ പറഞ്ഞെന്താ? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ക്ഷമിച്ച ക്ഷമതൊന്നും ഏറ്റവും വലിയ ക്ഷമ എന്താ അറിയാം? പൊട്ടക്കറ്റി ഗുണപ്പെടല്ല, ജയിലിൽ കിടന്നപ്പോൾ ക്ഷമല്ല.
ആ പെണ്ണ് ആ വീടിന്റെ മുഴുവൻ വാതിലുകൾ കൊട്ടിയടച്ച് എന്നിലേക്ക് താങ്കൾ വരൂ എന്ന് ആ പെണ്ണ് സ്വയം തയ്യാറായി യൂസഫ് നബി അലൈഹിസ്സലാത്തു ക്ഷണിച്ചപ്പോൾ യൂസഫ് നബി ക്ഷമിച്ചൊരു ക്ഷമയുണ്ട്. ആ ക്ഷമയാണ് ഏറ്റവും വലിയ ക്ഷമ. അത് ആ പൊട്ടക്കിണറ്റിൽ വീണപ്പോഴേക്കുള്ളതിനേക്കാളും ആ ജയിലിൽ കിടന്നപ്പോഴേക്കാളും ഉള്ള ക്ഷമയേക്കാൾ ഏറ്റവും വലിയ ക്ഷമ തിന്മയിലേക്ക് ക്ഷണിച്ചപ്പോഴുള്ള ക്ഷമയാണ്. അതുകൊണ്ട് പിന്നെ വ്യഭിചാരമാണെങ്കിൽ ഈ ധർമ്മതകളൊക്കെ ഇതൊക്കെ ഖുർആൻ നമുക്ക് നിർദ്ദേശിച്ച കാര്യമാണെങ്കിൽ നാം അങ്ങനെ തന്നെ സ്വീകരിക്കണം. ഒറ്റ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഖുർആൻ പൂർണ്ണമായി മനസ്സിലാകണമെങ്കിൽ എന്തുകൂടി വേണം? മുസൽമാന്റെ ഹദീത്ത് കൂടി വേണം. ആ ഹദീത്ത് സ്വീകരിക്കണം എന്നതും ഖുർആന്റെ നിർദ്ദേശമാണ്. അത് സ്വീകരിക്കണം എന്നുള്ളതും ഖുർആൻ നിർദ്ദേശമാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞത് വല്ലദീ പിന്നെ അൻസല അലൈക്കൽ കിതാബ വൽ ഹിക്മ, ഖുർആൻ ഇറക്കിയിട്ടുണ്ട്, ഹിക്മത്ത് ഇറക്കിയിട്ടുണ്ട്. യുഅല്ലിമുന്നാസ അൽ കിതാബ വൽ ഹിക്മ, ഖുർആനും സുന്നത്തും റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. വഖുദ് ബിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകൻ എന്ത് നിങ്ങൾ കൊണ്ടുവന്നോ അത് നിങ്ങൾ സ്വീകരിക്കാം, പ്രവാചകൻ എന്ത് വിരോധിച്ചോ അത് നിങ്ങൾ ഒഴിവാക്കുകയും വേണം. ഇതൊക്കെ ഖുർആൻ നിർദ്ദേശമാണ്. ചില ആളുകൾക്ക് അവഗണിക്കുന്നുണ്ട്. ഹദീസ് കിട്ടിയാൽ ഖുർആൻ കിട്ടിയാൽ അതൊക്കെ നമ്മളെ ബുദ്ധിക്കെതിരാണല്ലോ എന്നൊക്കെ നോക്കി ആളെന്ന് മുറിച്ച് സ്വീകരിക്കുന്ന ആൾക്കാർ ഒരുപാട് സ്വീകരിച്ചോട്ടെ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളയും റസൂലും എന്ത് പറഞ്ഞോ അത് അങ്ങനെ തന്നെ സ്വീകരിക്കുന്ന അവസ്ഥ. അതേപോലെ തന്നെ ഖുർആനിലേക്കുള്ള ക്ഷണം നിർബന്ധമാണ്, ബാധ്യതയാണ്. ഖുർആനിലുള്ള ആശയങ്ങൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ ഇങ്ങനെ അവരെടുത്ത് കൂടല്ല, ആ അവരെടുക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, അതും നമ്മൾ ചെയ്യേണ്ട ബാധ്യത നിർവഹിച്ചിട്ടുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്റെ ഓർമ്മയിൽ വന്ന ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അതിലേക്ക് പ്രബോധനം നടത്തുന്ന യഥാർത്ഥങ്ങളിൽ ഉൾപ്പെടുവാനും അല്ലാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിൽ തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധ റമളാൻ അതിന്റെ എല്ലാ അർത്ഥത്തിലും പിന്നെ പൂർണ്ണമായി സ്വീകരിക്കാനും അതേപോലെ തന്നെ അമലുകൾ ചെയ്ത് മുന്നേറുവാനും അവസാനം റയ്യാൻ എന്ന കവാടത്തിലൂടെ അള്ളാഹുവിന്റെ സ്വർഗീയ ഭവനത്തിലേക്ക് പ്രവേശിക്കാനും അല്ലാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിൽ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ ഈ വിശുദ്ധ റമളാൻ മുഴുവനും ആരോഗ്യത്തോടുകൂടി, ആഫിയത്തോടുകൂടി, ഈമാനോടുകൂടി, ഇഹ്തിസാബോടുകൂടി പൂർത്തിയാക്കാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനിയുള്ള ജീവിതകാലം മുഴുക്കയും തൗബകൾ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിച്ച് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള അവസരം അല്ലാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. നമ്മളിത് മരണപ്പെട്ട ഒരുപാട് സഹോദരി സഹോദരന്മാർ, രോഗികളായി കിടക്കുന്ന ഒരുപാട് പണ്ഡിതന്മാർ, പ്രബോധകന്മാർ അല്ലാഹുവിനെല്ലാം രോഗം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിത് മരണപ്പെട്ടു നല്ലവരെ നമ്മുടെ മാതാപിതാക്കളുണ്ട്, അല്ലാഹുവിനെല്ലാം സ്വർഗ്ഗം നൽകി ആദരിക്കുമാറാവട്ടെ. അവരെ നമ്മെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ബഹുമാനിക്കുമാറാവട്ടെ. പ്രത്യേകിച്ചും രാത്രിയുടെ അവസാന ഭാഗത്തും അത്താഴത്തിന് സമയങ്ങളിലും നോമ്പ് തുറക്കുന്ന സമയങ്ങൾക്ക് നമ്മൾ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. നമ്മുടെ എല്ലാ തെറ്റുകളും പുറത്തുനിന്ന് സ്വർഗ്ഗം നൽകാതിരിക്കുന്നതാവട്ടെ. ഇവിടെ ക്യൂച്ചലസ് പുരുഷന്മാർക്കെല്ലാം ഞായറാഴ്ച സുബഹിക്കേശം, സ്ത്രീകൾക്ക് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 മണിക്കൂർ എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. ഖുർആൻ പഠനം നമ്മുടെ ജീവിതത്തിൽ വലിയ ബർക്കത്തുണ്ടാക്കും. അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന് മനസ്സിലാക്കാൻ നമുക്കറിയാം. റമളാൻ ആണ് നമ്മുടെ ജാമ്യയുടെ കലക്ഷൻ എടുക്കുന്ന ദിവസമാണ്, പിന്നെ സമയമാണ്. റമളാനിന്റെ കലക്ഷനാണ് ജാമ്യ നടന്നു പോകുന്നത്. അതുകൊണ്ട് എല്ലാ ആളുകളും നമ്മുടെ സംഭാവന അതിലേക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെ ജാമ്യയുമായി ബന്ധപ്പെടുത്തി അതിന്റെ പിരിവുമായി ബന്ധപ്പെടുത്താനുള്ള ശ്രദ്ധിക്കണം, ഓർമ്മപ്പെടുത്താണ്. കാരണം ജാമ്യ എന്ന് പറഞ്ഞാൽ ദീനെ സഹായിക്കാൻ, ദീനെ സഹായിക്കുന്നതാണ്. ആ ദീനിനെ എയിമാണ് പഠിപ്പിക്കുന്നുണ്ട്. ആ ദീനെ സഹായിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നുകൂടി സന്ദർഭം ഓർമ്മപ്പെടുത്തുന്നു.